നമസ്തേ. 10ാം ക്ലാസ്സിലെ എല്ലാ മുത്തുമണികൾക്കും ഡോക്ടർ നീൽ മഹേശ്വർ പ്രസാദ് സാറിൻ്റെ ഒരു പുതിയ സംസ്കൃത അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 4ാമത്തെ ഏകകമാണ് പഠിക്കുന്നത്. മാർദ്ദവം എന്നാണ് ഈ ഏകകത്തിൻ്റെ പേര്. എൻ്റെ മക്കൾക്ക് സുഖമാണോ? കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. നമ്മൾ എന്താ പറയുക, വെള്ളം പോലെ ആക്കിയിട്ടുണ്ട് ഓരോ ചാപ്റ്റേഴ്സും അല്ലേ. നമ്മളിങ്ങനെ മെല്ലെ ആ ഒരു ക്രിസ്മസ് പരീക്ഷയിലേക്കൊക്കെ എത്താൻ പോവുകയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് പരീക്ഷയിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന കൊല്ലപ്പരീക്ഷയിൽ നമ്മൾ ഫുൾ മാർക്ക് വാങ്ങണം. അപ്പോൾ എക്സാമിൽ വിൻ ചെയ്യുന്ന എൻ്റെ മക്കളാണ് നിങ്ങൾ. നമ്മളിതാ ഒരുമിച്ച് 4ാമത്തെ ഏകകം തുടങ്ങാൻ പോവാണ്. 4ാമത്തെ ഏകകത്തിൻ്റെ പേരെന്താണ്? മാർദ്ദവം. മക്കളെ നോക്കിയേ, മാർദ്ദവം അല്ലെ. മാർദ്ദവം എന്നാണ് പേര്. മാർദ്ദവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. വളരെ മൃദുലമായ, മൃദുത്വം എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ മാർദ്ദവം എന്ന് പറഞ്ഞാൽ മൃദുലമായ, മൃദുത്വം എന്നാണ് അർത്ഥം. റെഡിയല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ പറയൂ. ഓക്കെ ആണോ? റെഡി? ശരി. അപ്പോൾ നമ്മളിതാ ആമുഖത്തിലേക്ക് പോവാണ്. ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ ആമുഖം പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പാഠം എന്തിനെ കുറിച്ചാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് നമ്മുടെ ആമുഖം. നമ്മൾ ആമുഖം വായിക്കുകയാണ്. ആമുഖം ഇവിടെ ആദ്യം നമ്മൾ സംസ്കൃതം വായിക്കുകയാണ് കേട്ടോ. ശ്രദ്ധിക്കുക. കുറച്ച് സൂം ചെയ്യട്ടെ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? വായിക്കുകയാണ്. യുക്തിചിന്ത നരാണാം സാമാജിക ജീവനെ അത്യന്താപേക്ഷിത ഖലു. ശാസ്ത്രജ്ഞാനേന ലൗകികജ്ഞായാനാം പ്രയോഗേണ ച അസ്മാസു യുക്തിബോധഃ പ്രവർധത്തെ. മനഃ കുസുമവത് മൃദുഃ നിർമ്മലം ച സ്യാത് തദാത്വേവ യുക്തിചിന്ത പ്രവർധത്തെ. മാർദ്ദവം നാമകേ അസ്മിൻ ഏകകേ ത്രയഃ പാഠാഃ സന്തി. കുരു സിംഹാവലോകനമിതി ലൗകികന്യായാത്മിക കഥാ ദ്രഷ്ടവ്യം ശാസ്ത്രചക്ഷുഷാ ഇതി സുഭാഷിതപാഠഃ ശിക്ഷാനുശാസനമിതി സംഭാഷണപാഠശ്ച. യുക്തിചിന്തയാ ശാസ്ത്രീയവീക്ഷണേന ച അഗ്രേ ഗച്ഛാമഃ. നിങ്ങൾക്ക് വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമ്മളെല്ലാവരും എപ്പോഴും പറയുന്ന ഒരു വേർഡാണ് ലോജിക് അല്ലേ. അപ്പോൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് ലോജിക്കോടുകൂടി നമ്മൾ ജീവിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ബുക്കാണ്, ചാപ്റ്ററാണ് നമ്മുടെ സംസ്കൃതം ബുക്ക്, നമ്മുടെ സംസ്കൃതം ചാപ്റ്റർ. അപ്പോൾ നോക്കുക. യുക്തിചിന്ത നരാണാം സാമാജിക ജീവനെ അത്യന്താപേക്ഷിത ഖലു. നരാണാം സാമാജിക ജീവനെ. നരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നരൻ. എന്ന് പറഞ്ഞാൽ എന്താണ്? നരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനൊരു നരൻ അല്ല, ഞാൻ നരനാണ്. നരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തല നരച്ച ആളാണോ നരൻ? അല്ല. നരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, നരനാരി അല്ലെ. അപ്പം നാരി എന്ന് പറയുമ്പോൾ സ്ത്രീ എന്ന് പറയുന്ന പോലെ മനുഷ്യന്മാരുടെ നരാണാം, മനുഷ്യന്മാരുടെ സാമാജിക ജീവനെ, സാമാജിക ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, മനുഷ്യന്മാരുടെ സാമൂഹിക ജീവിതത്തിൽ, സോഷ്യൽ ലൈഫിൽ, മനുഷ്യന്മാരുടെ സോഷ്യൽ ലൈഫിൽ, ഹ്യൂമൻ ബീങ്സിന്റെ ജരയും നരയും ഒക്കെ വരുന്ന നമ്മുടെ മനുഷ്യന്മാരുടെ ഹ്യൂമൻ ലൈഫിൽ, സാമൂഹിക ജീവിതത്തിൽ, സോഷ്യൽ ലൈഫിൽ, സാമാജികം എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹികം, സോഷ്യൽ ലൈഫിൽ യുക്തിചിന്ത അത്യന്താപേക്ഷിത ഖലു. യുക്തിചിന്ത, യുക്തി എന്ന് പറഞ്ഞാൽ ലോജിക്, അതായത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള, വളരെ എന്താ പറയുക, നിരീക്ഷിച്ച് പരീക്ഷിച്ച് നമ്മളെ തെളിയിക്കപ്പെട്ട രീതിയിലുള്ള ചിന്താധാരയാണ് ലോജിക്ക്, യുക്തിചിന്തകൾ. അപ്പൊ യുക്തിചിന്ത തർക്കശക്തിയും നിരൂപണബോധവും. തർക്കശക്തി എന്ന് പറഞ്ഞാൽ ലോജിക്കൽ പവർ, ലോജിക്കൽ റീസണിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അരിത്മെറ്റിക് ലോജിക്കൽ റീസണിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ തർക്കശക്തിയും നിരൂപണബോധവും, വളരെ എല്ലാ കാര്യങ്ങളെയും നന്നായിട്ട് നിരൂപിക്കുക, നന്നായിട്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള നമ്മുടെ കഴിവ്, അതാണ് നിരൂപണബോധം. അപ്പോൾ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ലോജിക്കൽ തിങ്കിങ്ങും ക്രിട്ടിക്കൽ തിങ്കിങ്ങും സയന്റിഫിക് ആയിട്ടുള്ള വ്യൂ പോയിന്റും അത്യന്താപേക്ഷിത ഖലു, അത്യന്താപേക്ഷിതമാണ്, വളരെയധികം ആവശ്യമാണ് അല്ലെ. ഏതും ഒരു കാര്യം, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മക്കളെ എങ്ങനെ അതിനെ നേരിടേണ്ടത്? വളരെ ലോജിക്കലായിട്ട്, ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ട് വേണം അതിനെ നേരിടാൻ അല്ലെ. എലിയെ പേടിച്ച് ഇല്ലം ചുടരുത് എന്ന് കേട്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ എന്താണ്? അടുക്കളയിൽ എലി വന്നു, അടുക്കളയിൽ എലി വന്നു, എന്ത് ചെയ്യും? അടുക്കള അങ്ങോട്ട് കത്തിക്കാം അല്ലെ, ഇല്ല അങ്ങോട്ട് കത്തിക്കാം. അങ്ങനെ ഇല്ലം കത്തിക്കാൻ പാടുണ്ടോ? ഇല്ല. എലി വന്ന എന്ത് ചെയ്യാ? എലി വന്ന വീടിന് തീ വെക്കുകയാണോ ചെയ്യുക? അല്ല, ആ എലീനെ തല്ലിക്കൊല്ലാണ് വേണ്ടത്, അല്ലാതെ എലി വന്ന റൂം കത്തിക്കല്ല വേണ്ടത് എലിനെ പേടിച്ചിട്ട്. അപ്പോൾ എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്നൊക്കെ പറയുന്ന പോലത്തെ പഴഞ്ചൊല്ലുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തിനാണ് ഇങ്ങനത്തെ പഴഞ്ചൊല്ലൊക്കെ? നമ്മളെ നല്ല രീതിയിൽ മുമ്പോട്ട് നയിക്കാൻ, നമുക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കുറേ വലിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരാൻ അല്ലേ. അപ്പോൾ ലോജിക്ക് നമുക്ക് വേണം ലൈഫിൽ. പിന്നെന്താ പറയുന്നത്? ശാസ്ത്രജ്ഞാനേന ലൗകിക ന്യായാനാം പ്രയോഗേണ ച അസ്മാസു യുക്തിബോധഃ പ്രവർധത്തെ.
ശാസ്ത്രജ്ഞാനം, നമുക്ക് ശാസ്ത്രജ്ഞാനത്താൽ കൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ സയൻസ് അല്ലെ, ശാസ്ത്രം എന്ന് പറയുമ്പോൾ മോഡേൺ സയൻസ് മാത്രമല്ല ഏൻഷ്യൻ സയൻസും ശാസ്ത്രം തന്നെയാണ്. അപ്പോൾ സയൻസിന് പല ഭേദങ്ങളുണ്ട്, ഒരുപാട് ഭേദങ്ങളുണ്ട്. ശാസ്ത്രങ്ങളെല്ലാം അല്ലെ, ഫിലോസഫിയും സ്പിരിച്വാലിറ്റിയിലും ഒക്കെ ശാസ്ത്രമാണുള്ളത്. അപ്പോൾ ശാസ്ത്രം എന്ന് പറയുമ്പോൾ വലിയ വ്യാപകമായ വൈഡ് ആയിട്ടുള്ള ഒരു ടേമാണ് കേട്ടോ. ഫിസിക്സും കെമിസ്ട്രി മാത്സും മാത്രമല്ല ശാസ്ത്രം, ആർട്സും ശാസ്ത്രമാണ്, മ്യൂസിക് ശാസ്ത്രമാണ് അല്ലെ, ഒക്കെ ശാസ്ത്രമാണ്. അപ്പൊ ശാസിക്കപ്പെട്ടിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളതെല്ലാം ശാസ്ത്രമാണ്. നമ്മൾ അതൊക്കെ പഠിക്കണം. അപ്പോൾ ഈ ശാസ്ത്രത്തിന്റെ ജ്ഞാനത്തിൽ കൂടി, ശാസ്ത്രജ്ഞാനത്താൽ കൂടി ലൗകിക ന്യായാനാം പ്രയോഗേണ ച, ലൗകിക കാര്യങ്ങളുടെ പ്രയോഗത്തിലൂടെയും. എന്താണ് ലൗകികം? ലൗകികം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകവുമായി ബന്ധപ്പെട്ട, ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജീവിതം, ലൗകികം, ലൗകിക കാര്യങ്ങളുടെ പ്രയോഗത്തിൽ. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു പ്രസന്റ് വേൾഡ് ആണ് ലോകം. അപ്പോൾ നമ്മുടെ ഈ ഫാമിലി ലൈഫൊക്കെ ലൗകികമാണ് അല്ലെ, നമ്മൾ പറയും ലൗകികം. അപ്പൊ ലൗകികമായിട്ടുള്ള കാര്യങ്ങളുടെ, ഫിസിക്കൽ വേൾഡിലെ കാര്യങ്ങളുടെ പ്രയോഗത്തിലൂടെ, ആപ്ലിക്കേഷൻസിലൂടെ നമ്മുടെ യുക്തിബോധം വളർന്നു വരുന്നു, നമുക്ക് ബുദ്ധി ഉണ്ടാവുന്നു അല്ലേ. ഒരു പാമ്പിനെ കണ്ട എന്ത് ചെയ്യണം? പാമ്പിന്റെ വായിൽ കൈയിടണോ? അല്ല, പാമ്പിനെ കണ്ട അത് പോയിസണസ് ആണെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് മാറി നിൽക്കുക, അതാണ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. ഒരു പട്ടി കടിക്കാമെന്ന് എന്ത് ചെയ്യും? ഒരു ആന കുത്താമെന്ന് എന്ത് ചെയ്യും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ലൈഫിൽ അല്ലെ, ഗ്യാസ് ലീക്കായി എന്ത് ചെയ്യും? അതൊക്കെ നമ്മൾ പഠിക്കണം അല്ലേ. അപ്പോൾ നമ്മുടെ ലൈഫിലുള്ള ആപ്ലിക്കേഷൻസ് ഓഫ് ദീസ് തിങ്സ്, നമ്മൾ ബുദ്ധിപരമായി ചിന്തിക്കേണ്ട കാര്യങ്ങളുടെ ആപ്ലിക്കേഷൻസ്, അങ്ങനെ ആപ്ലിക്കേഷൻസ് ചെയ്യുന്നത് കൊണ്ട് സയൻസിന്റെ നോളജ് ഉണ്ടാവുന്നത് കൊണ്ട് നമ്മളുടെ ലോജിക്ക് വളർന്നു വരുന്നു, യുക്തിബോധം വളർന്നു വരുന്നു, നമ്മുടെ യുക്തിബോധം വളർന്നു വരുന്നു. മനസ്സിലായോ? അസ്മാസു യുക്തിബോധ പ്രവർദ്ധത്തെ, വർദ്ധിക്കുന്നു, കൂടി വരുന്നു. ബാക്കി നോക്കുക. മനഃ കുസുമവത്ത്, മനഃ കുസുമവത്ത് മൃദുഹു നിർമ്മലം ച സ്യാത്. നമ്മുടെ മനസ്സ് കുസുമവത്ത്, കുസുമം എന്ന് പറഞ്ഞാൽ സുമം, പുഷ്പം, പൂവ്, ഫ്ലവർ. അപ്പം പുഷ്പ, ഫ്ലവർ പോലെ മൃദുവും നിർമ്മലവുമായാൽ മാത്രമേ തദാത്വേ ഏവ യുക്തിചിന്ത പ്രവർത്തതേ, യുക്തിചിന്ത വളരുകയുള്ളൂ. അപ്പൊ യുക്തിചിന്ത, ലോജിക്ക് നമുക്ക് വരണമെങ്കിൽ നമ്മുടെ മൈൻഡ് എന്തായിരിക്കണം? പൂവ് പോലെ സോഫ്റ്റ് ആയിരിക്കണം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് സോഫ്റ്റ്നെസ് എന്നാണ്. മൃദുത്വം, മാർദ്ദവം എന്ന് പറഞ്ഞാൽ എന്താണ്? സോഫ്റ്റ്. അപ്പോൾ നമ്മുടെ മനസ്സ് വളരെ പൂ പോലെ അല്ലെ, പൂ പോലത്തെ ഇഡ്ഡലി എന്നൊക്കെ പറയുന്ന പോലെ പൂ പോലത്തെ മനസ്സായാലും മാത്രമേ നമുക്ക് തെളിഞ്ഞ ബുദ്ധിയും തെളിഞ്ഞ ലോജിക്കും ഉണ്ടാവുകയുള്ളൂ. പിന്നെന്താ പറയുന്നത്? മാർദ്ദവം നാമകേ അസ്മിനേകേ ത്രയഃ പാഠഃ സന്തി. മാർദ്ദവം എന്ന് പേരുള്ള ഈ ഒരു യൂണിറ്റിൽ എത്ര പാഠങ്ങളുണ്ട്? ത്രയഃ പാഠഃ, 3 പാഠങ്ങളാണ് ഉള്ളത്. ക്ലിയർ? ഏതൊക്കെയാണ്? കുരു സിംഹാവലോകനം ഇതി. മാർദ്ദവം എന്ന പേരുള്ള ഈ യൂണിറ്റിൽ 3 പാഠങ്ങളുണ്ട്. ഒന്നാമത്തത് കുരു സിംഹാവലോകനം എന്നതാണ്. അതിൽ ലൗകിക ന്യായത്തിന്റെ കാര്യങ്ങൾ പറയുന്നു. ഓക്കെ. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ പാഠം ദ്രഷ്ടവ്യം ശാസ്ത്ര ചക്ഷുഷ എന്നതാണ്. അതൊരു സുഭാഷിത പാഠമാണ്. പിന്നെ ശിക്ഷാനുശാസനം എന്നതൊരു സംഭാഷണ പാഠമാണ്. യുക്തിചിന്തയും ശാസ്ത്രീയ ദൃഷ്ടിയും തത്വചിന്താപരമായ കാണൽ, അതാണ് ശാസ്ത്രീയ ദൃഷ്ടി. സയന്റിഫിക് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഫിലോസഫിക്കലായ, വളരെ സയന്റിഫിക് ആയിട്ടുള്ള നമ്മുടെ ലോജിക്കൽ വ്യൂ പോയിന്റ് ആണ് ശാസ്ത്രീയ ദൃഷ്ടി. അങ്ങനെ ഉള്ള തോട്ട് വരുമ്പോൾ നമ്മൾ പ്രോഗ്രസ് നമുക്ക് സംഭവിക്കുന്നു. അപ്പോൾ ഈ 3 പാഠങ്ങളും പഠിച്ചാൽ യുക്തിചിന്തയ ശാസ്ത്രീയ വീക്ഷണേന ച അഗ്രഗച്ഛാമഃ, നമുക്ക് വളരെ ലോജിക്കലായി മുമ്പോട്ട് പോകുന്നു, നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ പാഠം എന്താണ്? കുരു സിംഹാവലോകനം. നമ്മുടെ 8ാമത്തെ പാഠമാണ് കുരു സിംഹാവലോകനം. കുരു സിംഹാവലോകനം അല്ലേ. അപ്പോൾ പാഠത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, കുരു എന്ന് പറഞ്ഞാൽ എന്താണ്? ചക്ക തിന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനമാണ് പക്ഷേ കുരു. അതാണോ കുരു? അതല്ല കുരു, അത് മലയാളത്തിലെ കുരു. നമ്മുടെ കുരു എന്ന് പറയുമ്പോൾ കുരുത്ത, നമ്മൾ ചെയ്യുക എന്നുള്ളത് മീനിങ്. ചെയ്യുക. എങ്ങനെ എന്ത് ചെയ്യണം? അവലോകനം. എങ്ങനത്തെ അവലോകനം? അവലോകനം എന്ന് പറഞ്ഞാൽ എന്താണ്? അവൽ മിൽക്ക് പോലത്തെ അവൽ അതാണോ? അവലോസുണ്ടയുടെ അവലാണോ? ആ അവലല്ല, ഈ അവൽ കേട്ടോ. ഇത് അവലോകനം എന്ന് പറഞ്ഞാൽ കാണുക, നന്നായിട്ട് നോക്കി കാണുക, കംപ്ലീറ്റ് ആയിട്ട് അതിനെക്കുറിച്ചൊരു ഒരു എന്താ പറയാ, അവലോകനം ചെയ്യാന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് നോക്കി കാണുക, ഒരു വ്യൂ പോയിന്റ് അല്ലേ. ക്രിട്ടിക്കലായിട്ട് അതിനെ നോക്കി കാണുക, ഒരു കൺക്ലൂഷൻ, നമ്മുടെ ഒരു വ്യൂ നമ്മൾ അതിനെക്കുറിച്ച് കൊണ്ടുവരിക. അപ്പോൾ എങ്ങനെ നമ്മൾ നോക്കണം എന്ന് പറയുന്നത്? സിംഹാവലോകനം. സിംഹം നോക്കുന്നത് പോലെ നോക്കണം. അപ്പോൾ ചെയ്യൂ സിംഹ നോട്ടം അല്ലേ, സിംഹ കാഴ്ച, സിംഹ ചിന്ത എന്ന രീതിയിലൊരു ഒരു മീനിങ് എടുത്താൽ മതി. കുരു സിംഹാവലോകനം. എന്താണ് ഈ സിംഹാവലോകനം എന്നൊക്കെ നമുക്ക് മെല്ലെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ. അപ്പം നമ്മുടെ പാഠം നമ്മളെ ലോജിക്കൽ റീസണിങ്ങിനെ കുറിച്ചാണ്, ന്യായ തർക്ക ചിന്തയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ പാഠപ്രവേശം നോക്കൂ മക്കളെ. വർണ്ണനാപ്രധാനാസു സാഹിത്യരചനാസു, വർണ്ണനാപ്രധാനമായിട്ടുള്ള, വർണ്ണനയിൽ അധിഷ്ഠിതമായിട്ടുള്ള സാഹിത്യരചനാസു, സാഹിത്യ രചനകളിൽ തത്ര അതിശയോക്തഃ ദൃശ്യന്തേ, അവിടെയായിട്ട് എന്ത് കാണുന്നു? അതിശയോക്തികൾ കാണുന്നു. അതിശയോക്തി എന്ന് പറഞ്ഞാൽ ഒരു, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിശയം, നമുക്കൊരു ആശ്ചര്യം, ഒരു അത്ഭുതം ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഉക്തികളാണ്. അതായത് പറയുന്ന അതിൽ നിന്നും കവിഞ്ഞ് വേറെ മീനിങ് തരുന്ന ഒരു
ഒരു ഉക്തികളാണ് അതിശയോക്തി എന്ന് പറയുന്നത്. നമ്മൾ പലതരത്തിലുള്ള അലങ്കാരങ്ങൾ, ഉപമ, ഉത്പ്രേക്ഷ അതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല. അതുപോലെ അതിശയോക്തി എന്ന് പറയുമ്പോൾ അതിൽ കവിഞ്ഞ് എന്തോ ഒരു കാര്യം പറയുന്നു. ഇപ്പോൾ ചുരുങ്ങിയ വാക്കുകളിൽ കുറേ കാര്യങ്ങളും പറയാന്ന് പറയില്ലേ അല്ലേ? അപ്പോൾ അതുപോലെ ഇപ്പോൾ വടിയായി എന്ന് പറയുമ്പോൾ എന്താണ്? വടിയായി എന്നാണോ? ഒരു മരത്തിൻ്റെ കൊമ്പ് പോലെ അയാളൊരു വടിയായി എന്ന് പറഞ്ഞാൽ അയാൾ വടിയായി എന്ന് പറഞ്ഞാൽ അയാൾ വടിയായി എന്നാണോ? ആ വടിയെടുത്ത് അടിക്കാം എന്നാണോ? അല്ല, വടിയായി എന്ന് പറഞ്ഞാൽ എന്താണ്? മരിച്ചുപോയി. അപ്പോൾ ഒരു വേർഡിന് വേറൊരു മീനിങ് ഉള്ളതുപോലെ ഒരു വേർഡിൽ തന്നെ വൈഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് പറയുക എന്നതാണ് പിന്നെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിശയോക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥതയെ അതിക്രമിച്ച് അദ്ഭുത സൗന്ദര്യത്താൽ തിളങ്ങുന്ന വർണ്ണനയാണ് അതിശയോക്തി. നോക്ക്, യാ വർണ്ണന വാസ്തവികതാം അതിക്രമ്യ ചമത്കാരപൂർണ്ണതയാ ലസതി സൈവ അതിശയോക്തി. അപ്പോൾ ഞാൻ പറഞ്ഞു അതിശയം എന്നുള്ള വാക്കിന് അതിക്രമിക്കുക, കവിയുക, അതിര് കവിയുക എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിലുള്ളതിനെ അതിക്രമിച്ചിട്ട് അതിന്റെ ലെവൽ ക്രോസ് ചെയ്തിട്ട് വൈഡായിട്ടുള്ള അദ്ഭുത സൗന്ദര്യം, വണ്ടറിംഗ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വളരെ വാവ് ആയിട്ടുള്ള അദ്ഭുത സൗന്ദര്യത്താൽ തിളങ്ങുന്ന വർണ്ണനയാണ് അതിശയോക്തി. എങ്ങനെ മുറിക്കുക? അതിശയ ഉക്തിയാണ് അതിശയോക്തി. ഓക്കെ, അതിശയോക്തി സമൃദ്ധാനി ദ്വിത്രാണി വാക്യാനി സംഭാവ്യ വദതു. അപ്പൊ ഇങ്ങനെ അതിശയോക്തി ഉണ്ടാവുന്ന 2-3 സെന്റൻസ് നിങ്ങൾ കണ്ടുപിടിച്ച് പറയുക എന്നാണ് പറയുന്നത്. നിങ്ങൾക്കുള്ള വർക്കാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യൂ. എന്തൊക്കെയാണ് അതിശയോക്തി വാവായിട്ട് നമുക്ക് തോന്നുന്ന സെന്റൻസസ് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾ പറയുന്ന സെന്റൻസിൽ അതിൽ കവിഞ്ഞ മീനിങ് ഉണ്ടായിരിക്കണം, വൈഡ് ആയിട്ടുള്ളൊരു മീനിങ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ആമുഖത്തിലേക്ക് പോവാണ്. എന്താ പറയുന്നത് ആമുഖത്തിൽ? വിശ്വാസ പ്രമാണം അധികൃത്യ പ്രചലിത ഭവതി അനുഷ്ഠാന കല ഇതി പൂർവസ്മിൻ പാഠേ വയം പഠിതവന്തഃ. വിശ്വാസ പ്രമാണങ്ങളെ അധികരിച്ച്, വിശ്വാസ പ്രമാണം വിശ്വാസ പ്രമാണങ്ങളെ അധികരിച്ച് എന്ന് പറഞ്ഞാൽ ആധാരമാക്കി. അപ്പോൾ വിശ്വാസം എന്ന പ്രമാണത്തെ ആധാരമാക്കി, അതായത് നമ്മുടെ ട്രസ്റ്റ് ആൻഡ് ബിലീഫ് അല്ലെ, നമ്മൾ ദേവതകളിൽ ഈശ്വരനെ വിശ്വസിക്കുന്നത് പോലെ നമ്മൾ വിശ്വാസങ്ങളെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ആചാരാനുഷ്ഠാന കലകളെ കുറിച്ച്, അനുഷ്ഠാന കല ഇതി പൂർവസ്മിൻ പാഠ, അനുഷ്ഠാന കല ആചരിക്കുന്ന കലകളെ കുറിച്ച്, ആചരണ ശൈലികളെ കുറിച്ച് നമ്മൾ പൂർവസ്മിൻ പാഠേ മുമ്പത്തെ പാഠത്തിൽ പഠിതവന്തഃ നമ്മൾ പഠിച്ചിരുന്നു, രൂപം കൊള്ളുന്നു എന്ന് നാം പഠിച്ചിരുന്നു. ഏതാണ് പാഠം? ഓർമ്മയുണ്ടോ? കഴിഞ്ഞ പാഠം ഏതായിരുന്നു? അത് തന്നെ പറഞ്ഞോ, ഏതാണ്? മറന്നുപോയോ ഇത്ര പെട്ടെന്ന്? നമ്മൾ നല്ലൊരു പാഠം പഠിച്ചില്ലേ? വിശ്വാസത്തെ കുറിച്ചൊക്കെ പഠിച്ചത് ഏതാണ്? തെയ്യം അല്ലെ? തെയ്യം മനോരഞ്ജകം. അപ്പോ വിശ്വാസ പ്രമാണത്തെ അധികരിച്ച് പ്രചലിത ഭവതി അനുഷ്ഠാന കല ഇതി, പ്രചരിക്കുന്ന ഒന്നാണ് അനുഷ്ഠാന കല എന്ന് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. ഇപ്പൊ എന്താണ്? ലോകോക്തിം അനുസൃത്യ സ്വാനുഭവം ച ആധാരീകൃത്യ ഭവതി ലൗകിക ന്യായ. ഇപ്പൊ എന്താ പറയുന്നത്? ലോകോക്തിം അനുസൃത്യ. ലോകോക്തിക്ക് നമുക്കിപ്പോ ലോക ഉക്തി, അതായത് നാട്ടുകാരുടെ പറച്ചിൽ, നാടൻ മൊഴികൾ, അതിന് നമ്മൾ പഴഞ്ചൊല്ല് എന്ന് പറയും അല്ലെ. അപ്പൊ നാടൻ പഴഞ്ചൊല്ലുകൾ, പ്രോവർബ്സ് അല്ലെ, പഴഞ്ചൊല്ലുകളിൽ അനുസരിച്ച്, പഴഞ്ചൊല്ലുകളെ ബേസ് ചെയ്തിട്ട്, അതുപോലെ സ്വാനുഭവം ച ആധാരീകൃത്യം, സ്വ പ്ലസ് അനുഭവം, സ്വന്തം അനുഭവത്തെ കൂടി ബേസ് ചെയ്തിട്ട്, പഴഞ്ചൊല്ലുകളെ ബേസ് ചെയ്തിട്ട്, സ്വന്തം അനുഭവത്തെ ബേസ് ചെയ്തിട്ട് എന്തുണ്ടാവുന്നു? ഭവതി ലൗകിക ന്യായങ്ങൾ അങ്ങനെയാണ് ഉണ്ടാവുന്നത്. മനുഷ്യർ അവരുടെ അനുഭവം ആധാരമാക്കി പഴഞ്ചൊല്ലുകളിൽ ലൗകിക ന്യായങ്ങൾ രൂപപ്പെടുത്തുന്നു. ലൗകിക ന്യായം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ലൗകികം എന്ന് പറയുമ്പോൾ ലോകവുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ ഈ പ്രസന്റ് ഫിസിക്കൽ വേൾഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലൗകികം. അപ്പോൾ ഞാൻ എൻ്റെ വീട്, എൻ്റെ നാട്, എൻ്റെ സ്കൂള്, എൻ്റെ കോളേജ്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ വൈഫ്, എൻ്റെ കുട്ടികൾ, എൻ്റെ പാരൻസ്, ഇതൊക്കെ എന്താണ്? എൻ്റെ ലോകമാണ് അല്ലേ. അപ്പോൾ ഈ ലോകം, ഞാൻ മരിച്ചു പോകുന്നത് വരെ ജീവിക്കുന്ന ഈ ലോകം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്, നിങ്ങളുടെ ടീച്ചേഴ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, ക്ലാസ്മേറ്റ്സ്, നിങ്ങളുടെ എക്സാമിനർ, നിങ്ങളുടെ എക്സാംസ്, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്, ഇതൊക്കെ എന്താണ്? നിങ്ങളുടെ ലോകമാണ് അല്ലേ. നിങ്ങളുടെ മൊബൈല് നിങ്ങളുടെ ലോകമാണ്. അപ്പോൾ ഈ ലോകത്തുള്ള ന്യായം അല്ലേ, എന്താണ് ന്യായം? നമ്മൾ പറയില്ലേ ഇത് അന്യായമാണ് നമ്മൾ പറയും. അപ്പോൾ എന്താണ് അന്യായം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ന്യായവും അന്യായവും ഉണ്ട്, അതായത് ശരിയും തെറ്റും ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ലൗകിക ന്യായം എന്ന് പറയുമ്പോൾ ഈ നാട്ടില്, ഈ ലോകത്ത് ഇപ്പൊ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ട പ്രിൻസിപ്പിൾസ്, വാല്യൂസ്, മോറൽസ്, അതൊക്കെയാണ് ന്യായങ്ങൾ. അപ്പോൾ ഈ ലൗകിക ന്യായങ്ങൾ നമ്മൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അനുഭവത്തിൽ നിന്നാണ്. എന്താണ് ഒരു പഴഞ്ചൊല്ല്? പഴഞ്ചൊല്ല് അധികമായാൽ അമൃതും വിഷം അല്ലെ. ഇപ്പോൾ പഞ്ചസാര എനിക്കിഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടമാണ്. പുട്ട് കഴിക്കുമ്പോൾ കറിയില്ലെങ്കിൽ നമ്മൾ പഞ്ചസാര എടുക്കും. ചായക്ക് മധുരം ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് പഞ്ചസാര ഇടും. അപ്പോൾ പഞ്ചസാര നല്ലതാണ്, നല്ല ടേസ്റ്റ് ആണല്ലേ, കാണാൻ എന്ത് രസമാണ്, നല്ല കൽക്കണ്ടത്തിൻ്റെ പീസസ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പഞ്ചസാര അടിപൊളിയാണെന്ന് കരുതി രാവിലെ ചായക്കും ഉച്ചക്ക് ചോറിനും രാത്രി ചപ്പാത്തിക്കൊക്കെ പഞ്ചസാര തന്നെ 3 നേരം വെട്ടി വിഴുങ്ങിക്കൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുക? പിന്നെ നമ്മൾ അടുത്ത മാവ് വെട്ടും. എന്തിനാണ്? കഴിച്ചാളെ കത്തിക്കാൻ അല്ലേ. നമുക്ക് ഷുഗർ വരും. അപ്പോൾ
പഞ്ചസാര ആയാലും, അതായത് ഷുഗർ ആയാലും, ടേസ്റ്റ് മധുരം ആയാലും, അത് അധികമായാലും വിഷമാണ്. അപ്പോൾ അധികമായാൽ അമൃതും വിഷം എന്ന് നമ്മളെ പഠിപ്പിച്ചു പണ്ടത്തെ ആൾക്കാർ. ശരിയാണോ? ശരിയാണ്. അമൃതം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സാധനമാണ് അല്ലെ. അപ്പൊ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഈ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു ഡിവൈൻ ആയിട്ടുള്ള അമൃത് പോലും 3 നേരം തിന്നുകൊണ്ടിരിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അതിങ്ങനെ നമ്മളെ ശബരിമലയിൽ നിന്ന് അരവണ പായസമൊക്കെ നമുക്ക് തരുമ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നാറുണ്ടായിരുന്നു അല്ലെ. എന്തുകൊണ്ടാ? അത് വല്ലപ്പോഴും കിട്ടുന്നതുകൊണ്ടാ. ഡെയിലി അരവണ പായസം തന്നെ കിട്ടിയ അരവണ പായസത്തിന് നമുക്ക് വല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവോ? ഇല്ല. നമ്മൾ ഡെയിലി സിനിമ കാണാൻ പോയാൽ നമുക്ക് സിനിമയോട് ഇൻട്രസ്റ്റ് ഉണ്ടാവോ? ഇല്ല. ഡെയിലി ഒരേ സിനിമ തന്നെ കണ്ടാൽ സിനിമയോട് ഇൻട്രസ്റ്റ് ഉണ്ടാവോ? ഇല്ല. അപ്പോൾ വല്ലപ്പോഴും സിനിമ കാണുന്നത് നമുക്ക് കൊള്ളാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അവരൊരു പഴഞ്ചൊല്ല് പറഞ്ഞാൽ അധികമായാൽ അമൃതും വിഷം. ഏറ്റവും പ്രഷ്യസ് ആയ സാധനം പോലും ലിമിറ്റായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. നല്ലോണം അത് യൂസ് ചെയ്താൽ അത് പോയ്സണസ് ആവും എന്ന് പറയുന്ന പോലെ. ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് ഉണ്ടാക്കിയത് പണ്ടത്തെ ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? വിശാലാൻ ആശയാൻ സംക്ഷിപ്തയാ യുക്തി അനുസാരം ച വക്തും അനേന ശക്യതേ. എന്താ പറയുന്നത്? വലിയ വലിയ ആശയങ്ങൾ കണ്ടോ, വിശാലാൻ ആശയാൻ, വിശാലമായ ആശയങ്ങൾ, സംക്ഷിപ്തയാ വളരെ ചുരുക്കിയിട്ട്, സംക്ഷിപ്തമായിട്ട് പറഞ്ഞാൽ വളരെ ചുരുക്കിയിട്ട്, യുക്തി അനുസാരം ച യുക്തിപരമായും വളരെ ലോജിക്കലായിട്ട് പറഞ്ഞു കാണിക്കാനാവുന്നത് ഇതിലൂടെയാണ്. ച വക്തും അനേന ശക്യത. ഈ പഴഞ്ചൊല്ലുകളിലെ കൂടെ വലിയ 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 കാര്യങ്ങൾ വളരെ ലോജിക്കലായിട്ട് സിമ്പിളായിട്ട് ചുരുക്കി പറയാൻ പറ്റും അല്ലേ. ചുരുക്കി പറയാൻ പറ്റും. എന്താ പറയുന്ന ഒരു പഴഞ്ചൊല്ല് പറയൂ. വേറൊരു പഴഞ്ചൊല്ല് എന്താ പറയാ? അച്ഛൻ ആനപ്പുറത്ത് കയറിയാൽ മകന് തഴമ്പ് വരില്ല അല്ലെ. അച്ഛൻ ആനപ്പുറത്ത് കയറി എന്ന് പറഞ്ഞാൽ മോന് ആനപ്പുറത്ത് ഇരുന്നാൽ എന്താ സംഭവിക്കുക? തഴമ്പ് വരും അല്ലെ. ഇരുന്നിരുന്നിരുന്ന് തഴമ്പ് വരും. അപ്പോൾ അച്ഛൻ ആനപ്പുറത്ത് കയറിയാൽ മകന് തഴമ്പ് വരില്ല. അതിന് മകൻ കയറണം. അപ്പൊ എന്റെ അച്ഛൻ ആനപ്പുറത്ത് വരുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് മകൻ നടന്നാലോ? കാര്യമില്ല. അപ്പം മോഹൻലാൽ സിനിമ നടനാന്ന് പറഞ്ഞിട്ട് പ്രണവ് മോഹൻലാൽ നടന്നിട്ട് കാര്യമില്ല. പ്രണവ് മോഹൻലാലിനെ ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പ്രണവ് മോഹൻലാലിന് വലിയ ആവണമെങ്കിൽ പ്രണവ് മോഹൻലാൽ സിനിമയിൽ കയറണം. അതുപോലെ അച്ഛൻ ആനപ്പുറത്ത് കയറി എന്ന് പറഞ്ഞിട്ട് മകന് തഴമ്പ് വരില്ല. തഴമ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ തഴമ്പ് വരും. അപ്പോൾ അതുപോലെ തഴമ്പൊന്നും വരില്ല എന്ന് നമ്മളൊരു പഴഞ്ചൊല്ല് പറയില്ലേ. അപ്പോൾ വലിയൊരു മെസ്സേജ് ഒരു സെന്റൻസിൽ നമുക്ക് കിട്ടി. ഇങ്ങനെ സഹസ്രാധികാഹ ലൗകിക ന്യായാഹ സംസ്കൃത വാങ്മയേ സന്തി. ഇങ്ങനെ സംസ്കൃത വാങ്മയത്തിൽ, നമ്മുടെ സംസ്കൃത വാങ്മയം എന്ന് പറഞ്ഞാൽ സംസ്കൃത ലിറ്ററേച്ചർ, സംസ്കൃത സാഹിത്യത്തിൽ സഹസ്രാധികാഹ, സഹസ്രത്തിലധികം, 1000-ലധികം. സഹസ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? 1000. സഹസ്രതല സംശോഭിത നളിനം എന്നുള്ള പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ സഹസ്രം എന്ന് പറഞ്ഞാൽ 1000ആണ്. സഹസ്രാധികം എന്ന് പറഞ്ഞാൽ 1000-ലധികം. ലൗകിക ന്യായ, ഞാൻ പറഞ്ഞ ലൗകിക ന്യായങ്ങൾ, ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ ജീവിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട പ്രിൻസിപ്പൾസ്, പഴഞ്ചൊല്ലുകൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, മെസ്സേജസ്, ഗുഡ് തോട്ട്സ്, എന്താ പറയാ, ഫ്രേസസ് അല്ലെങ്കിൽ കൊട്ടേഷൻസ്, ഇതൊക്കെ നമ്മുടെ ഈ ലൗകിക ന്യായത്തിൽ പെടും. തേഭ്യഃ ചതുരഃ ന്യായാൻ ആഖ്യാന രൂപേണ അത്ര പ്രതിപാദയതി. അപ്പൊ ഇതിന് നമ്മൾ ന്യായങ്ങളിലാണ് ആക്ച്വലി പറയാം. ന്യായം എന്ന് പറയുമ്പോൾ അതിനൊരു ന്യായം എന്ന് സംസ്കൃതത്തിൽ ആ വേർഡ് പറയുമ്പോൾ നീതി ന്യായം എന്ന് പറയുന്ന ന്യായം, ഓരോരോ ന്യായമുണ്ട്. നമുക്കത് ന്യായസൂത്രം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. നമുക്ക് സംസ്കൃതത്തിൽ കുറേ ന്യായങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട 4 ന്യായങ്ങൾ, അവയിൽ നിന്നുള്ള 4 ന്യായങ്ങൾ നമ്മൾ ഈ പാഠത്തിൽ കഥാരൂപത്തിൽ പഠിക്കുന്നു. അപ്പൊ കഥാരൂപത്തിൽ 4 ന്യായങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാണ്. ക്ലിയർ? അപ്പൊ 4 ന്യായങ്ങൾക്ക് പേരുണ്ട്. ന്യായം അല്ലെ, ന്യായങ്ങൾക്ക് പേരുണ്ട്. ആ ന്യായങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഥയിലാണ് പഠിക്കാൻ പോകുന്നത്. ഓരോ ന്യായത്തിനും ഓരോ കുഞ്ഞു കഥ. റെഡിയാണോ? ക്ലിയർ ആണോ മക്കളെ? അപ്പം ഇതാ ഒന്നാമത്തെ ന്യായത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഒന്നാമത്തെ ന്യായത്തിൻ്റെ പേരെന്താ? അവിടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 72 ബോൾഡ് ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ന്യായം ഗുഡഗുലികാ ന്യായം. എന്താണ്? ഗുഡഗുലികാ ന്യായം. ഗുഡഗുലികാ ന്യായം. ഈ ഗുഡം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മധുരമുള്ള ശർക്കര പോലെയുള്ള സാധനം, ശർക്കര. അപ്പോൾ മധുരമുള്ള ശർക്കരയാണ് നമ്മൾ ഗുഡം എന്ന് പറയാം. ഗുലിക എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്കറിയാം? അത് ഗുളിക. നമ്മൾക്ക് ടേസ്റ്റ് ഇല്ല. വലിയ ഗുളികക്ക് മധുരമാണോ? അല്ലേ, ഗുളികക്ക് മധുരം അല്ല അല്ലേ, ഒരു കയ്പ്പാണ്. അപ്പോൾ ഗുലിക എന്ന് പറയുമ്പോൾ ടേസ്റ്റ് ഇല്ലാത്ത, ഇൻ കേസ് ഗുളിക വായിലിട്ടിട്ട് വെള്ളം കുടിച്ചിട്ട് ആ ഗുളിക പോയില്ലെങ്കിൽ അത് വായിലൊക്കെ പറ്റിപ്പിടിച്ചാൽ ഒരു വോമിറ്റിംഗ് പോലെ ടേസ്റ്റ് ഒക്കെ വരും അല്ലേ, അതിൻ്റെ കയ്പ്പാണ്. ബേസിക്കലി ഗുളിക കയ്പ്പല്ലേ അല്ലേ? എനിക്കിഷ്ടമല്ല, നിങ്ങൾക്ക് ഇഷ്ടമാണോ? അപ്പോൾ കയ്പ്പുള്ള ഗുളിക കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ, അല്ലെങ്കിൽ ചായക്ക് മധുരമില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ വല്ല കുറച്ച് ഷുഗറൊക്കെ വന്ന ആൾക്കാർ, നിങ്ങൾ ചായ കുടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഷുഗറൊക്കെ വന്ന ആൾക്കാർ എങ്ങനെ ചായ കുടിക്കുക? അവർ ചായയിൽ പഞ്ചസാര ഇടില്ല, പഞ്ചസാര ഇടാത്ത വിത്തൗട്ട് ചായ കുടിക്കും. എന്നിട്ട് ജസ്റ്റ് നാവിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു സ്വീറ്റ് കഴിക്കും, അല്ലെങ്കിൽ കുറച്ചൊരു വേറെ എന്തെങ്കിലും നാച്ചുറൽ മധുരമോ അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര അങ്ങനെ നാവിൽ വെക്കും. അപ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഈ പണ്ടത്തെ ആളുകളൊക്കെ കഷായം കുടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇപ്പം എൻ്റെ അമ്മയൊക്കെ കഷായം കുടിച്ച ഉടനെ പാലൊക്കെ കുടിക്കും. എന്തിനാ?
അല്ലെങ്കിൽ പഞ്ചസാര കഴിക്കും. എന്തിനാ ഈ കഷായം എന്ന് പറയുമ്പോൾ തന്നെ അത് കയ്പ്പാണല്ലോ. അപ്പോൾ കയ്പ്പുള്ള സാധനം കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് പോകാൻ വേണ്ടി നമ്മൾ കുറച്ച് മധുരം കഴിക്കും. അപ്പോൾ കയ്പ്പുള്ള സാധനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ മധുരം വെക്കുന്നതാണ് ഗുഡഗുലികാന്യായം. ഗുളിക എന്ന് പറഞ്ഞ കയ്പ്പ്, ഗുളിക ടാബ്ലറ്റ്. ഗുഡ എന്ന് പറഞ്ഞാൽ വെല്ലം അല്ലെ, ശർക്കര, എന്താ പറയാ, ജാഗ്രിയോ ആ സാധനം. അപ്പോൾ ഗുഡ ഗുളിക ന്യായം എന്ന് പറയുമ്പോൾ ശർക്കര ടാബ്ലറ്റിന്റെ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കയ്പുള്ള ടേസ്റ്റ് ഇല്ലാത്ത ആ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ കുറച്ച് സ്വീറ്റ് നാവിൽ വെച്ച് കൊടുക്കുന്ന ആ ഒരു ടെക്നിക്ക്, ആ ഒരു റൂള്, ആ ഒരു ന്യായമാണ് ഗുഡഗുലിക ന്യായം. കഥ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നോക്കിയേ, ശ്രദ്ധിച്ച് നോക്കിയേ. കശ്ചിത് ബാലകഃ പഠനാത് വിമുഖസ്മൻ ഭോജനം ക്രീഡനം ശയനം ച കൃത്വാ അലസതയാ ദിനാനി നയതി സ്മ. കശ്ചിത് ബാലകഃ, ഒരു ബാലകൻ അല്ലെ, ഒരു ചെക്കൻ, ഏതോ ഒരു പയ്യൻ, പഠനാത് വിമുഖസ്മൻ, പഠനത്തിൽ നിന്ന് വളരെ പിന്നാക്കം നിൽക്കുകയായിരുന്നു. പഠനത്തിൽ ഒട്ടും അവൻ എന്തില്ല, ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ കശ്ചിത് ബാലകഃ, ഒരു ബാലകൻ, പഠനാത് വിമുഖസ്മൻ, പഠനത്തിൽ നിന്ന് അവൻ അനാസക്തനായിരുന്നു, അവന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അവൻ എന്തായിരുന്നു ഇൻട്രസ്റ്റ്, ഭോജനം, നമ്മളെ പോലെ തന്നെ 3 നേരം തിന്നുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെയോ ക്രീഡനം, കളിക്കുക, ശയനം ച കൃത്വ, ഉറങ്ങുക, തിന്നുക, കളിക്കുക, കിടക്കുക, കഴിക്കുക, കളിക്കുക, കിടക്കുക. ഇത് തന്നെ ചെക്കൻ്റെ പരിപാടി. പഠിക്കുന്ന പരിപാടി ഇല്ല. ടെക്സ്റ്റ് ബുക്ക് കൈകൊണ്ട് തൊടൂല, സ്കൂളിൽ പോയാലും കിടന്നുറങ്ങും, വീട്ടിൽ വന്നാലും കിടന്നുറങ്ങും, 3 നേരം വെട്ടി വിഴുങ്ങും, ബാക്കി സമയത്ത് മുഴുവൻ കളിക്കും. അപ്പോൾ കഴിക്കുക, കളിക്കുക, കിടക്കുക എന്നുള്ളതല്ലാതെ നമ്മുടെ ചെക്കന് വേറെ ഒരു പരിപാടിയില്ല. അപ്പോൾ കശ്ചിത് ബാലകഃ പഠനാത് വിമുഖസ്മൻ ഭോജനം ക്രീഡനം ശയനം ച കൃത്വ, ഇതെല്ലാം ചെയ്തിട്ട്, ഏതൊക്കെ ചെയ്തിട്ട്, ഫുഡ് കഴിക്കുക, കളിക്കുക, കിടക്കുക, ഇതൊക്കെ ചെയ്തിട്ട് അലസതയാ ദിനാനി നയതി സ്മ, അവൻ വളരെ അലസനായിട്ട്, വളരെ മടുപ്പോടെ ദിവസങ്ങൾ ചെലവഴിച്ചു. അലസത എന്ന് പറഞ്ഞാൽ മടി, വളരെ മടി പിടിച്ച് ലേസി ആയിട്ട് അവൻ എന്ത് ചെയ്തു, അവൻ ദിവസങ്ങൾ ചെലവഴിച്ചു. ക്ലിയർ? റെഡി? ദിനാനി എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ, നൈതിസ്മ എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ മുമ്പോട്ട് നീക്കി, അലസതയ, മടിയോടെ. അതഹ തസ്യ മാതാ അതീവ ദുഃഖിത അഭവത്. ഓട്ടോമാറ്റിക്കായിട്ട് ചെക്കൻ പഠിക്കുന്നില്ലെങ്കിൽ ആർക്കാണ് വിഷമം? അച്ഛനാണോ? അല്ല, അച്ഛനേക്കാളും വിഷമം അമ്മക്കായിരിക്കും അല്ലേ. അയ്യോ, എൻ്റെ മോൻ ഒന്നും പഠിക്കുന്നില്ല, എൻ്റെ മോൻ എപ്പോഴും തീറ്റ, ഉറങ്ങുക, കളിക്കുക, അവന് കളി മാത്രമേ ഉള്ളൂ. അവൻ മൊബൈലിൽ ഗെയിം 24 മണിക്കൂറും ഗെയിം കളിയല്ലേ, രാത്രി ഉറങ്ങലും ഉണ്ടാവില്ല, ഗെയിം കളിച്ച് ഫോൺ നോക്കി ഇരിക്കുന്ന അമ്മ ഇങ്ങനെ പറയും. തിന്നാനാകുമ്പോൾ മേശം വന്നിരിക്കുന്നതാണ് അല്ലേ, എൻ്റെ മോനായി പോയില്ലേ, അപ്പോൾ തിന്നാൻ കൊടുക്കണ്ടായിരുന്നു പറഞ്ഞിട്ട് അമ്മ തിന്നാനാക്കി തരും. അപ്പോൾ തിന്നുക, കളിക്കുക, കിടക്കുക എന്നുള്ളതല്ലാതെ ചെക്കന് വേറൊരു പരിപാടിയില്ല. ഇത് കണ്ടിട്ട് അതുകൊണ്ട് ഇത് കണ്ട തസ്യ മാത, അവൻ്റെ അമ്മ എന്തായി, അതീവ ദുഃഖിതാഭവത്, വളരെ ദുഃഖിതയായി, അമ്മക്ക് നല്ല സങ്കടമായി, വിഷമമായി. സാ തസ്യ അധ്യാപകമുപഗമ്യ സർവമപി വൃത്താന്തം തസ്മൈ നിവേദയച്ച. എന്താ പറയുന്നത്, അവൻ്റെ അമ്മ എന്ത് ചെയ്തു, അവൾ എന്ത് ചെയ്തു, അവൻ്റെ അധ്യാപകനെ സമീപിച്ചിട്ട് അവൻ്റെ മാഷിൻ്റെ അടുത്തേക്ക് പോയി അല്ലേ. കുട്ടികൾ പഠിക്കുന്നില്ലെങ്കിൽ അമ്മമാർ ആദ്യം അങ്ങോട്ടാ പോവാ, മാഷടുത്തേക്ക്. മാഷേ, എൻ്റെ മോനൊന്നും നോക്കണം മാഷേ, അവനൊന്നും പഠിക്കുന്നില്ല അല്ലേ. അപ്പോൾ ചെക്കൻ പഠിക്കാത്തതുകൊണ്ട് അമ്മ മാഷടുത്തേക്ക് പോയിട്ട് എന്ത് പറഞ്ഞു, സർവമപി വൃത്താന്തം, മുഴുവൻ കാര്യവും എന്ത് ചെയ്തു, തസ്മൈ ന്യവേദയച്ച, അയാളോട് പറഞ്ഞു, മാഷോട് കാര്യങ്ങളൊക്കെ അറിയിച്ചു. അധ്യാപക അവദത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു, അധ്യാപകൻ പറഞ്ഞു. എന്താണ് അധ്യാപകൻ പറഞ്ഞത്? ബാലോയം പഠനേ വിമുഖഃ ഇതി ജാനാമി. നിങ്ങളെ മോൻ പഠിക്കാനൊന്നും അവൻ ബാക്കിലോട്ടാണെന്ന് എനിക്കറിയാം. നിങ്ങൾ പ്രത്യേകിച്ച് പറയുന്നു വേണ്ട, എനിക്കറിയാം. എന്തറിയാം? ബാലൻ പഠനത്തിൽ വിമുഖനാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മകൻ പഠിക്കാൻ ബാക്കിലാണെന്ന് എനിക്കറിയാം. അയം ബാലോയം പഠനേ വിമുഖഃ ഇത് ജാനാമി. പഠനേ വിമുഖഃ, പഠനത്തിൽ വിമുഖൻ. വിമുഖൻ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തവൻ, താത്പര്യം ഇല്ലാത്തവൻ, മുഖം തിരിക്കുന്നവൻ. അപ്പോൾ പഠനത്തിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തവനാണെന്ന് അറിയാം. തസ്മൈ കഥാ ഏവ രോചതേ, അവൻ എന്താണ് ഇഷ്ടം? അവന് കഥകൾ മാത്രമാണ് ഇഷ്ടം. അവന് ഏറ്റവും ഇഷ്ടം എന്താണ്? കഥ. അവൻ അത് മാത്രമേ ഇഷ്ടമുള്ളൂ. ചെക്കൻ കഥ പറഞ്ഞാൽ അവിടെ ഇരിക്കും. അതുകൊണ്ട് അവന് കഥകൾ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അത്തഹ ഇദാനീം ഗുഡഗുലികാന്യായേന ഏവം തമഹം പാഠയാമി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? അവനെ ഞാൻ ഇനി ഗുഡഗുലികാന്യായ പ്രകാരം പഠിപ്പിക്കും. എന്താണ് ഗുഡഗുലികാന്യായം? അവന് കഥയാണല്ലോ ഇഷ്ടം. അപ്പം കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ പഠിപ്പിക്കും. അവനെ ഞാൻ മാത്സ് പഠിപ്പിക്കും, കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ പഠിപ്പിക്കും. അപ്പോൾ അവന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും, അവൻ മാത്സ് പഠിക്കും. അവനെ ഞാൻ ഫിസിക്സ് പഠിപ്പിക്കും, കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ. അപ്പോൾ അവന് കഥ ഇഷ്ടമായതുകൊണ്ട് ഫിസിക്സും അവൻ പഠിക്കും. അങ്ങനെ കയ്പുള്ള വിഷയങ്ങൾ സ്വീറ്റിൻ്റെ കൂടെ ആരും കാണാതെ കൊടുത്താൽ അവന് അറിയാണ്ട് അവൻ പഠിക്കും. ആ ന്യായമാണ് ഗുഡഗുലിക ന്യായം. നിങ്ങൾ ചെറിയ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ചെറിയ കുട്ടികളുടെ നാവിലെ സ്പൂണിൽ നമ്മൾ ടോണിക്കോ ആയുർവേദ കഷായമോ ഒക്കെ കൊടുക്കും. അപ്പോൾ അതൊക്കെ കയ്പ്പാണ്
അല്ലെങ്കിൽ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡൊക്കെ ചിലപ്പോൾ കയ്പ്പായിരിക്കും. അപ്പോൾ കുട്ടികൾ കഴിക്കില്ല, കരയും, കയ്പ്പ് കാരണം തുപ്പും. അപ്പോൾ അവർക്ക് അത് അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ ഫുഡ് കുറച്ചുകൂടി വലുതായ ഫുഡേ കഴിക്കില്ല. അപ്പോൾ മോനെ കുറച്ച് ചോറുണ്ട്, എനിക്ക് ചോറ് വേണ്ട, എനിക്ക് അൽഫാമ് മതി പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതാ നല്ല മാങ്ങ അച്ചാറുണ്ട്, ഇത് കഴിച്ചോ, ചോറ് കഴിക്കണ്ട, ഈ മാങ്ങ കഴിച്ചു പറഞ്ഞിട്ട് നമ്മൾ മാങ്ങ കൊടുക്കുമ്പോൾ ലേശം ചോറും കൂടി വായിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ചെക്കൻ അതൊന്നും അറിയാൻ പറ്റില്ല, ചെക്കൻ അങ്ങനത്തെ ചവച്ച് കഴിക്കും. അപ്പോൾ അവൻ്റെ വിചാരം മാങ്ങയാണ് കൊടുത്തതെന്നാണ്. അപ്പോൾ ചെറിയ കുട്ടികളെ നമ്മൾ പറ്റിക്കും അല്ലേ, അതാണ് ഗുഡഗുലികാ ന്യായം. അപ്പോൾ ഞാൻ ഗുഡഗുലികാ ന്യായത്തിൽ അവനെ പഠിപ്പിക്കാമെന്ന് അമ്മയോട് മാഷ് പറഞ്ഞു. തിക്തരസാം ഗുലികാം ശർക്കരയാ സഹ ദദാതി ചേത് ശിശവഃ ഖാദേയു. തിക്തരസം, തിക്തരസം എന്ന് പറഞ്ഞാൽ തിക്തം എന്ന് പറഞ്ഞാൽ കയ്പ്, തിക്തരസം കയ്പുള്ള ഗുലികാം ടാബ്ലറ്റ്സ്, ഗുളിക ശർക്കരയോട് കൊടുത്താൽ, ശർക്കര എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു ഗുഡം, അതായത് വെല്ലം എന്ന് പറയും നമ്മളെ ജാഗ്രി. അപ്പോൾ ജാഗ്രീൻ്റെ കൂടെ നമ്മളിത് കൊടുക്കുന്ന പോലെ ഗുഡത്തിൻ്റെ കൂടെ കൊടുക്കുന്ന സ്വീറ്റിൻ്റെ കൂടെ ടേസ്റ്റ് കയ്പുള്ളത് കൊടുക്കുന്നത് പോലെ കൊടുത്താൽ അല്ലേ, അതായത് കയ്പുള്ളതിൻ്റെ കൂടെ സ്വീറ്റ് ആഡ് ചെയ്ത് കുട്ടികളെ പറ്റിച്ച് കൊടുക്കുന്നത് പോലെ കൊടുത്താൽ കുട്ടികൾ അതെന്ത് ചെയ്യും, ശിശവഃ ഖാദയുഹു, അവർ കഴിക്കും, അവരത് തിന്നും അല്ലേ. തഥാ അതുപോലെ വിവിധ രസയുക്താഭിഹി കഥാഭിഹി സഹ ഗുണപാഠം തം ഉപദിശാമി ഇതി. അങ്ങനെ രസകരമായ കഥകളിലൂടെ നല്ല ഗുണപാഠങ്ങൾ അവനിൽ പകർന്നു ഞാൻ നൽകാമെന്ന് മാഷു പറഞ്ഞു. ഞാൻ പകർന്നു കൊടുക്കാം. എന്ത് പകർന്നു കൊടുക്കാം? ഗുണപാഠങ്ങൾ പകർന്നു കൊടുക്കാം. എങ്ങനെ പകർന്നു കൊടുക്കാം? ഈ ഗുഡഗുലികാ ന്യായത്തിൽ അവന് ഞാൻ കഥ പറഞ്ഞു കൊടുക്കാം. കഥയിലെ കൂടെ ഞാനൊരു മെസ്സേജും കൊടുക്കും. അപ്പോൾ അവന് കഥ ഇഷ്ടമായതുകൊണ്ട് അവൻ കഥ കേൾക്കും. കഥയിലെ കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന മെസ്സേജും അവൻ കേൾക്കും, പഠിക്കും. അപ്പോൾ കുരുത്തം കെട്ട ചെക്കനെ സെറ്റാക്കാനുള്ള ഒന്നാമത്തെ റൂളാണ് ഗുഡഗുലികാ ന്യായം. നിങ്ങളെ വീട്ടിൽ മരുന്ന് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പാരസെറ്റമോൾ വെച്ച് കൊടുക്കുന്ന പോലെ ആദ്യം ഒരു കഷ്ണം സ്വീറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു കഷ്ണം കൂടി സ്വീറ്റ് തരട്ടെ, തരാമെന്ന് ചെക്കൻ തന്നോളൂ എന്ന് പറയുമ്പോൾ അവിടെ പാരസെറ്റമോൾ വെച്ച് കൊടുക്കുക. അപ്പോൾ അവൻ സ്വീറ്റ് ആണെന്ന് വെച്ച് കഴിക്കും. ചെറിയ കുട്ടികൾ അങ്ങനെയാണ് മരുന്ന് കഴിപ്പിക്കുക. മനസ്സിലായ? റെഡി? ക്ലിയർ ആണ്? രണ്ടാമത്തേതിലേക്ക് പോട്ടെ. ഏവം ബഹുഭിഹി ഗുണപാഠകഥാഭിഹി തസ്യ ആലസ്യം അധ്യാപക ക്രമേണ ദൂരീചകാര. ഏവം ഇങ്ങനെ ഇപ്രകാരം ബഹുഭിഹി ഗുണപാഠകഥാഭിഹി നിരവധി ഗുണപാഠങ്ങളുള്ള കഥകൾ പറഞ്ഞു കൊടുത്തിട്ട് തസ്യ ആലസ്യം അധ്യാപക ക്രമേണ അധ്യാപകൻ എന്ത് ചെയ്തു? അവൻ്റെ ശിഷ്യൻ്റെ മടുപ്പ്, ആലസ്യം ക്രമേണ ദൂരീകരിച്ചു. അപ്പോൾ അധ്യാപകൻ നിരന്തരമായി ഇങ്ങനെ ഗുണപാഠ കഥകൾ ഗുഡഗുലികാ ന്യായത്തിൽ, അതായത് ഇഷ്ടമില്ലാത്ത കാര്യം ഇഷ്ടമുള്ള കാര്യത്തിൻ്റെ ഇടയിൽ പുട്ടിൽ തേങ്ങ ഇടുന്നത് പോലെ ഇങ്ങനെ ആഡ് ചെയ്ത് ഇട്ടത് കൊണ്ട് പായസത്തിൽ മറ്റേ ഏലക്കായി ഇടുന്ന പോലെ അല്ലേ. പായസം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, അണ്ടിപ്പരിപ്പ് ഇഷ്ടമാണ്, മുന്തിരി ഇഷ്ടമാണ്, സേമിയ ഇഷ്ടമാണ്, അടയ ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ കയ്പുള്ളൊരു സാധനമാണ് ഏലക്കായി, അത് നമുക്ക് ഇഷ്ടമല്ല. പക്ഷേ ഏലക്കായി ഇതിനകത്ത് ഇടും. അതുപോലെ സ്വീറ്റ് ആയിട്ടുള്ള പായസത്തിൽ ഏലക്കായി ഇടുന്നത് പോലെ കുറേ കഥകളുടെ ഇടയിൽ കുറേ മെസ്സേജ് പറഞ്ഞു കൊടുത്ത് നമ്മുടെ അധ്യാപകൻ എന്ത് ചെയ്തു? ചെക്കനെ സെറ്റാക്കി. ചെക്കൻ അടിപൊളി, ചെക്കൻ്റെ മടിയെല്ലാം പോയി. തദനു സ ശിഷ്യ പഠന തത്പരഃ സൻ വിവിധാനി പുസ്തകാനി പഠിതുമാരഭത. അങ്ങനെ അതിനുശേഷം ആ ചിക്കനല്ലോ ആ ശിഷ്യൻ പഠനത്തിൽ അതീവ ആസക്തനായി തീർന്നു. അവന് പഠിക്കാൻ വളരെ ഇഷ്ടം ഉണ്ടായി. പലവിധ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. ഒരിക്കൽ ഏകദാ തസ്യ വാചന താത്പര്യം സമീക്ഷ അധ്യാപക തം അവതത്. ഒരിക്കൽ അവൻ്റെ വായന ശ്രദ്ധിച്ചിട്ട് അധ്യാപകൻ പറഞ്ഞു, അവന് വായനയിൽ നല്ല ശ്രദ്ധയുണ്ട്, വളരെ താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, അവന് വായിക്കാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ റീഡിങ്ങിലുള്ള അവൻ്റെ സ്കില്ല് കണ്ടിട്ട് അധ്യാപകൻ ഒരു ദിവസം അവനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? വത്സ കിം പഠനീയം ഇതി വിഷയേ ചിന്തയാ അലം. എന്താ പറയുന്നത്? മോനെ, വത്സ എന്ന് പറഞ്ഞാൽ മകനെ, ശിഷ്യ, കിം പഠനീയം ഇതി, എന്ത് വായിക്കണമെന്ന ചിന്തയാ അലം, ആ വിഷയത്തിൽ ഏറെയായിട്ട് നീ കഷ്ടപ്പെടണ്ട, നീ ആലോചിച്ച് കഷ്ടപ്പെടണ്ട. എന്ത് വായിക്കും? അയ്യോ, എനിക്ക് വായിക്കണമല്ലോ, കുറേ പുസ്തകം ഉണ്ടല്ലോ, ഞാൻ ഏത് പുസ്തകം വായിക്കും? അത് വായിക്കണോ, ഇത് വായിക്കണോ, മറ്റേത് വായിക്കണോ? അങ്ങനെ നീ വെറുതെ ആലോചിച്ച് തലമുണ്ടാക്കി കഷ്ടപ്പെടണ്ട. എന്താ കാരണം? സമസ്തമപി പഠിതവ്യം ഭവതി, എല്ലാം നിനക്ക് വായിക്കാം. നീ കൺഫ്യൂഷൻ ആവണ്ട. ഇപ്പോൾ കുറേ നമ്മളെങ്ങനെയാണ് നല്ല ലൈബ്രറി എന്ന് പറയുന്നത്? 10 ബുക്കുള്ള ലൈബ്രറിനെ നമ്മൾ നല്ല ലൈബ്രറി എന്ന് പറയുമോ? ആ 10 ബുക്കും സൂപ്പറാണ്, നല്ല ക്വാളിറ്റി പ്രിൻറ്റിംഗ് ആണ്, ബൈൻഡൊക്കെ കീറിയിട്ടൊന്നുമില്ല, ഫ്രഷ് കോപ്പിയാണ്. എന്നാലും നമ്മൾ പറയുമോ നല്ല ലൈബ്രറി ആണെന്ന്? ഇല്ല. നല്ല ലൈബ്രറി ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരുപാട് സ്പേസിൽ, ഒരുപാട് ഷെൽഫിൽ, ഒരുപാട് ബുക്സും ഒരുപാട് ജേണൽസും ഒക്കെ വരുമ്പോഴാണ് നല്ല ലൈബ്രറി നമ്മൾ പൊതുവേ പറയാം, അല്ലേ? ആണ്, വലിയ ലൈബ്രറി, നല്ല ലൈബ്രറി എന്ന് പറയാം. പക്ഷേ ആ ലൈബ്രറി കയറി കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. ഇപ്പം ഏതാ ഇപ്പോൾ വായിക്കുക, അല്ലേ? ആള് കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന് പറയുന്ന പോലെ കുറേ ബുക്സ് ആകുമ്പോൾ ഇത് വായിക്കുന്നത് കൺഫ്യൂഷൻ ആവും. അപ്പോൾ വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള നമ്മുടെ ഈ ചെക്കനോട് ടീച്ചർ എന്താ പറഞ്ഞു കൊടുത്തത്? മോനെ,
നീ ഇതിൽ ഏത് വായിക്കും, അല്ലെങ്കിൽ ഒരുപാട് വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ എന്ത് വായിക്കും എന്നുള്ള കൺഫ്യൂഷനൊന്നും നിനക്ക് വേണ്ട. നിനക്ക് എന്ത് ചെയ്യാം, എല്ലാം വായിക്കാം. എനിക്ക് അത് വായിക്കണോ വായിച്ചോ, ഇത് വായിക്കണോ വായിച്ചോ, എന്തും വായിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, അങ്ങനെ വായിച്ചാലും തഥാപി നീരക്ഷീരന്യായേന യദവശ്യം യുക്തിയുക്തം ച തദേവ സ്വീകരണീയം. നീ എന്ത് വായിക്കുന്നു അതൊന്നും വിഷയമില്ല, നീ എന്തും വായിച്ചോളൂ, ഒരു പ്രശ്നമില്ല. നല്ല അടിപൊളിയാണ് അല്ലേ, എല്ലാം വേണമെങ്കിൽ വായിക്കാം. പക്ഷേ നീ എന്ത് വായിച്ചാലും എന്ത് ചെയ്യണം, നീരക്ഷീര ന്യായേന യദവശ്യം യുക്തിയുക്തം ച തദേവ സ്വീകരണീയം. നീ നീരക്ഷീരന്യായം അനുസരിച്ച് യുക്തിയുക്തമായതും സാരമുള്ളതുമായതും മാത്രമേ സ്വീകരിക്കാവൂ. യുക്തിയുക്തമായത് പറഞ്ഞാൽ ലോജിക്, സാരം ഉള്ളത് പറഞ്ഞാൽ വളരെ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കാമ്പ് ഉണ്ടാവണം, അതിൻ്റെ അകത്ത് സാധനം ഉണ്ടാവണം, വളരെ കോറായിട്ടുള്ളത് ഉണ്ടാവണം. അങ്ങനെയുള്ളതേ സ്വീകരിക്കാൻ പാടുള്ളൂ, ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നീ ലോജിക്കലായതും ആയിട്ടുള്ള അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉള്ള അല്ലേ, വെറുതെ ഒരു ബുക്കിൽ അതിൻ്റെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ കാര്യമില്ല, വായിച്ചോളൂ. പക്ഷെ നീ അത് ഉള്ളിലേക്ക് എടുക്കാൻ പാടില്ല. ഉള്ളിലേക്ക് എടുക്കണമെങ്കിൽ അതിനകത്ത് കോറായിട്ട് എന്തെങ്കിലും ഉണ്ടാവണം, അതിനകത്തൊരു അകക്കാമ്പ് ഉണ്ടാവണം, ഉള്ളിൽ എസെൻസ് വേണം അല്ലെ, സത്ത് ഉണ്ടാവണം. അത് നോക്കണം. അത് എങ്ങനെ നോക്കണം, നീരക്ഷീര ന്യായം അനുസരിച്ച്. എന്താണ് നീരക്ഷീര ന്യായം? ആ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫോട്ടോ കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫോട്ടോ, ഒരു ഹംസത്തിൻ്റെ ഫോട്ടോ. നീര് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വെള്ളമാണ്, നീരം വെള്ളം. ക്ഷീരം എന്ന് പറഞ്ഞാലും പാലാണ്. അപ്പോൾ നീരക്ഷീര ന്യായം എന്ന് പറഞ്ഞാൽ വെള്ളം പാല് റൂൾ. എന്താണ് വെള്ളം പാല് റൂൾ? നേരത്തെ പഠിച്ചത് ശർക്കര ഗുളിക റൂൾ, ഇപ്പോൾ പഠിക്കുന്നത് വെള്ളം പാല് റൂൾ. എന്താണ് വെള്ളം പാല് ന്യായം? നീരക്ഷീര ന്യായം എന്താണ്? പാലിൽ വെള്ളം ചേർത്ത് വിൽക്കണം എന്നാണോ? അല്ല. അത് ആക്ച്വലി ആ ഫോട്ടോയിൽ കാണുന്ന പക്ഷിയിലെ, നിങ്ങൾ ആ പക്ഷിയുടെ മുമ്പിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളവും പാലും മിക്സ് ആക്കിയിട്ട് പാലും വെള്ളം കൊടുത്താൽ ആ പക്ഷി അതിൽ നിന്ന് പാല് മാത്രം കുടിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഹംസത്തിന് എന്തിനുള്ള ഒരു ഡിസ്റ്റിങ്വിഷൻ പവർ ഉണ്ട്, എന്തിനുള്ള കഴിവുണ്ട്? വാട്ടർ ഏതാണ് മിൽക്ക് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പൂച്ചയ്ക്കൊക്കെ നമ്മൾ ഫുഡ് കൊടുത്താൽ ചില ഫുഡൊന്നും പൂച്ച കഴിക്കില്ല അല്ലേ, അത് മണത്ത് നോക്കും. അപ്പോൾ അതിനറിയാം അതിന് വേണോ ഏത് ഫുഡാണ് അതിന് ഓക്കെ ആവുക എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ വെജ് നോൺ വെജ് എന്നൊക്കെ പറയുന്ന പോലെ വാട്ടറും മിൽക്കും ഒരു വെസലിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ, വെള്ളച്ചായ അല്ലേ, പാലും വെള്ളം കൊടുത്താൽ പോലും ഈ സ്വാൻ, ഈ നമ്മുടെ ഈ ഹംസം അരയന്നം, ഈ എന്താ പറയുക വെള്ള നിറത്തിലുള്ള ഈ പക്ഷി അതിൽ നിന്ന് പാല് മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ പക്ഷിയുടെ ലോജിക്ക്, അതിൻ്റെ ബുദ്ധി നമുക്ക് ഉണ്ടാവണം. നമ്മൾക്ക് എന്തും വായിക്കാം, പക്ഷേ ഏത് പുസ്തകം വായിച്ചാലും മക്കളെ അതിൽ നിന്ന് വേണ്ടത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, നല്ലത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ, നമ്മൾ ഭഗവത്ഗീത മുഴുവൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് എന്താ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത്? ഞാൻ രാജാവാണല്ലോ, നിന്റെ ഏട്ടനാണല്ലോ, ഞാൻ പറയുന്നത് മുഴുവൻ നീ അതുപോലെ കേട്ടോളണം അർജുന, അങ്ങനെയാണോ? അല്ല. ഗീത മുഴുവൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തിട്ട് കൃഷ്ണൻ അർജുനനോട് പറയുന്നത് എന്താണ്? അർജുന, നിനക്ക് ഞാൻ ഇതൊക്കെ ഉപദേശിച്ച് തന്നു, ഞാൻ കൃഷ്ണനാണ്, സമ്മതിച്ചു, റെസ്പെക്റ്റുകളൊക്കെ നീ എനിക്ക് തരുന്നുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞതുകൊണ്ട് നീ ഇത് അതേപോലെ എടുക്കരുത്. നീ ഇത് മൊത്തം ഒന്ന് റിവൈസ് ചെയ്ത് ആലോചിക്കുക, നിന്റെ തലയിലിട്ട് ആലോചിച്ചിട്ട് നിനക്ക് ഏത് ശരിയാണെന്ന് തോന്നുന്നോ, ലോജിക്കലായിട്ട് നിനക്ക് ഏത് ശരിയാണെന്ന് തോന്നുന്നു അത് നീ ചെയ്താൽ മതി. അതുപോലെ വാട്ടറും മിൽക്കും ഒരു പാത്രത്തിൽ ഈ സ്വാനിൻ്റെ ഈ ഹംസത്തിൻ്റെ മുമ്പിലേക്ക് വെച്ചാൽ പാല് മാത്രം എടുക്കുന്ന ആ പക്ഷിയെ പോലെ നീയും വായിക്കുന്ന ബുക്കിൽ നിന്നും ആവശ്യമുള്ള പാല് മാത്രം എടുത്താൽ മതി, വെള്ളം എടുക്കണ്ട. നിങ്ങൾ എക്സാമിന് ഗ്യാസ് എഴുതി വെക്കും അല്ലേ, ഫുള്ള് മറ്റേ എന്താ പറയുക, ആൻസർ ഷീറ്റിലെ ആൻസർ അറിയില്ലെങ്കിൽ കുറേ തള്ളി മറിച്ച് വെക്കും. പക്ഷേ ടീച്ചർ നോക്കുന്നത് തള്ളലാണോ ഒറിജിനൽ അതിൽ ഉത്തരമാണോ നോക്കുക. ഉത്തരം ഉണ്ടോ മാർക്ക് ഉണ്ടാവും, തള്ളലിന് മാർക്ക് ഉണ്ടോ ഇല്ല. അപ്പോൾ ടീച്ചർ അവിടെ ആരാണ്? നീരക്ഷീര ന്യായക്കാരിയാണ് അല്ലെങ്കിൽ കാരനാണ്. ടീച്ചർ നോക്കുമ്പോൾ കുറേ വെള്ളമുണ്ട്, ഫുള്ള് വെള്ളം, തള്ളല, ഗ്യാസാണ്, വെള്ളത്തിനൊന്നും മാർക്കില്ല. പാലുണ്ടോ? ആ പാലുണ്ടല്ലോ, കുറച്ച് ഉത്തരം ഉണ്ടല്ലേ, അതിന് മാർക്ക്. അപ്പോൾ നീരമിശ്രിതാത് ക്ഷീരാത് ക്ഷീരമേവ ഹംസ സ്വീകരതോതി ഇത് പ്രസിദ്ധരസ്തി. എന്താ പറയുന്നത്? പാലും വെള്ളവും മിക്സ് ആക്കിയിട്ട് വെച്ചാൽ, വെള്ളവും പാലും മിക്സ് ആക്കിയിട്ട് വെച്ചാൽ അതിൽ പാല് മാത്രമേ ഹംസം എടുക്കുള്ളൂ എന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഹംസം വെള്ളത്തിനും പാലിനും മിശ്രിതമായതിൽ നിന്ന് പാല് മാത്രമേ എടുക്കൂ എന്നത് പ്രസിദ്ധമായ കാര്യമാണ്. പാലും വെള്ളം കൊടുത്താൽ ഹംസം വെള്ളം അവിടെ വെച്ചിട്ട് ആ പാത്രത്തിൽ നിന്ന് പാല് മാത്രം സിപ്പ് ചെയ്ത് കുടിക്കും എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. തദ്വത് സാരം സ്വീകരോതു. നീ അതുപോലെ എന്ത് ചെയ്യണം? തദ്വത്, അതുപോലെ നീയും സാരം സ്വീകരോതു. എല്ലാ ബുക്കിൻ്റെയും അതിൻ്റെ കോർ എസെൻസ് മാത്രം നീ എടുത്താൽ മതി, സത്ത് വായിച്ചാൽ മതി.
ഒരു പുസ്തകം 500 പേജ് ഉണ്ടെങ്കിൽ നീ 500 പേജും ടൈം ഉണ്ടെങ്കിൽ വായിച്ചോളൂ. പക്ഷേ 500 പേജും നീ ബൈ ഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ മനസ്സിലാക്കി അതുപോലെ ചെയ്യണോ? വേണ്ട. അതിൻ്റെ എസെൻസ് നീ നിൻ്റെ ലോജിക്കിൽ എടുക്കുക. അതാണ് നമ്മുടെ പാലിലും വെള്ളവും മിക്സ് ആക്കുമ്പോൾ വെള്ളം എടുക്കാതെ പാലെടുക്കുന്ന ബേർഡിൻ്റെ ലോജിക്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? കുരുസിംഹാവലോകനം അല്ലേ? നമ്മളുടെ ന്യായമാണത്. അപ്പോൾ ഓരോ ന്യായത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഒന്നാമത്തെ ന്യായം ഗുഡഗുലിക ന്യായം, രണ്ടാമത്തെ ന്യായം നീരക്ഷീര ന്യായം. റെഡി? അപ്പോൾ നീരക്ഷീര ന്യായം പഠിച്ചു. അപ്പോൾ ബാക്കി നോക്കുക. ഇങ്ങനെ നിസ്സാരം സർവം ത്യജതു, വെള്ളം നിസ്സാരമാണ്, അതിനെ ത്യജതു, അതിനെ ഒഴിവാക്കുക. ആ പക്ഷി എന്താ ചെയ്തത്? നിസ്സാരമായത് ഉപേക്ഷിച്ചു. അതുപോലെ നീയും എന്ത് ചെയ്യണം? സാരമായത് എടുത്തിട്ട് നിസ്സാരമായത് കളയണം. സാരം എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, സാരമായ എന്ന് പറഞ്ഞാൽ സാരമില്ല എന്ന് പറഞ്ഞാൽ നോ പ്രോബ്ലം എന്നുള്ള രീതിയിൽ, അതായത് ഒന്നുമില്ല, ഇറ്റ്സ് ഓക്കെ എന്നുള്ള. പക്ഷെ സാരമുണ്ട് എന്ന് പറഞ്ഞാലോ സീരിയസ് ആയിട്ടുണ്ട്. അപ്പോൾ സീരിയസ് ആയതൊക്കെ എടുത്തിട്ട് നിസ്സാരമായത്, വേസ്റ്റ് ആയത്, വലിയ കാര്യമില്ലാത്തൊക്കെ നീ കളഞ്ഞോളൂ. അടുത്ത് നോക്കുക. ഏവം ത്യാജ്യഗ്രാഹ്യ വിവേചന ധിയാ സ അനേകാൻ ഗ്രന്ഥാൻ പഠിത്വ ക്രമേണ സോപാനാരോഹണ ന്യായേണ ഏകൈകാം കക്ഷാം ഉത്തീര്യ ഉന്നതം വിജയം പ്രാപ്തവാൻ. അതാ നമ്മുടെ അടുത്ത മൂന്നാമത്തെ നമ്മുടെ ന്യായമാണ് സോപാനാരോഹണ ന്യായം. എന്താ പറയുന്നത്? ഏവം ത്യാജ്യഗ്രാഹ്യ വിവേചന ധിയാ, ഇങ്ങനെ ത്യാജ്യഗ്രാഹ്യ, ത്യാജ്യം എന്ന് പറഞ്ഞാൽ ത്യജിക്കുക, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉപേക്ഷിക്കുക, അതിനാണ് ത്യജിക്കുക എന്ന് പറയുന്നത്, നമ്മൾ സാക്രിഫൈസ് ചെയ്യുക. ഗ്രാഹ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അഡാപ്റ്റ് ചെയ്യുക, നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ത്യാജ്യമായതും ഗ്രാഹ്യമായതും, ത്യാജ്യഗ്രാഹ്യ വിവേചന ധിയ, വിവേചന ബുദ്ധി, ഇങ്ങനെ എന്ത് സ്വീകരിക്കണം എന്ത് ഉപേക്ഷിക്കണം എന്ന വിവേചന ബുദ്ധിയോടെ സ അവൻ അനേകാൻ ഗ്രന്ഥാൻ പഠിത്വ, അനേകം പുസ്തകങ്ങൾ വായിച്ചിട്ട്, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ട് ക്രമേണ അങ്ങനെ മെല്ലെ മെല്ലെ ഓട്ടോമാറ്റിക്കായിട്ട് സോപാനാരോഹണ ന്യായേന, സോപാനാരോഹണ ന്യായം പോലെ ഏകൈകാം കക്ഷാം ഉത്തീര്യ, ഓരോരോ ക്ലാസ്സുകളും കടന്നിട്ട് ഉന്നതം വിജയം പ്രാപ്തവാൻ, പടിപടിയായി ഓരോരോ ക്ലാസ്സും കടന്നിട്ട് ഒടുവിൽ ഉന്നത വിജയം കൈവരിച്ചു. ആര്? നമ്മുടെ ഈ മടിയനായ പുത്രൻ. മടിയനായ ആ പുത്രൻ. അമ്മ വന്ന് മാഷോട് കരഞ്ഞപ്പം മാഷ് പറഞ്ഞു, ഞാൻ അവന് കഥകളിലൂടെ ന്യായങ്ങൾ പഠിപ്പിക്കാം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിലാദ്യം പഠിച്ചത് ഗുഡഗുലിക ന്യായമാണ്. ഗുഡഗുലിക ന്യായം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കയ്പുള്ള സാധനം സ്വീറ്റിൻ്റെ കൂടെ കൊടുക്കുന്ന ടെക്നിക്കാണ് ഗുഡഗുലിക ടെക്നിക്ക്. പിന്നെ നമ്മൾ പഠിച്ചത് നീരക്ഷീര ന്യായം എന്ന് പറഞ്ഞാൽ പാൽ ഏതാണ് വെള്ളം ഏതാണെന്ന് മിക്സാക്കി കിട്ടിയാൽ പോലും മനസ്സിലാക്കാൻ ബുദ്ധി ഉണ്ടാവുക, അതാണ് നീരക്ഷീര ന്യായം. ഇപ്പം പറഞ്ഞതാണ് സോപാനാരോഹണ ന്യായം എന്ന് പറഞ്ഞാൽ എന്താണ്? സോപാനം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ്, ആരോഹണം കയറുക, സ്റ്റെപ്പ് കയറുന്ന ടെക്നിക്ക്. എങ്ങനെയാണ് സ്റ്റെപ്പ് കയറുക? ഒരു സ്റ്റെപ്പിൽ കാല് വെച്ചിട്ട് 5 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് 6ാമത്തെ സ്റ്റെപ്പിലാണോ 2ാമത്തെ കാല് വെക്കുക? അല്ല, അങ്ങനെ വെച്ചാൽ മൂക്ക് കുത്തി താഴെ വീഴും. എങ്ങനെയാണ് സ്റ്റെപ്പ് നമ്മൾ കയറുന്നത്? ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് 2ാമത്തെ സ്റ്റെപ്പിൽ വെക്കുക, 3ാമത്തെ കാല് 3ാമത്തെ സ്റ്റെപ്പിൽ, അങ്ങനെ ഓരോ കാലം ഓരോ സ്റ്റെപ്പിൽ വെച്ചിട്ടല്ലേ സ്റ്റെപ്പ് കയറുക, അല്ലെങ്കിൽ വീണു പോകും അല്ലേ? അപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ സോപാനാരോഹണം എന്ന് പറയുമ്പോൾ അത് പട്ടിയായിട്ടാണ് ചുവട്ട് വെക്കുക. അങ്ങനെ പടിപടിയായി അവൻ 9ാം ക്ലാസ് 10ാം ക്ലാസ് 11ാം ക്ലാസ് അങ്ങനെ ഓരോരോ ക്ലാസ്സായി ക്ലാസ്സിലേക്ക് പോയി അവസാനം അവൻ വലിയ വിജയം നേടി, വിജയം പ്രാപ്തവാൻ. അപ്പോൾ പടി കയറുന്ന ടെക്നിക്കാണ് സോപാനാരോഹണ ന്യായം എന്ന് പറയുന്ന നമ്മുടെ 3ാമത്തെ ന്യായം. ക്ലിയർ അല്ലേ? സോപാനം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ്, പടി, അമ്പലത്തിൻ്റെ പടിക്കെട്ടിൽ ഇരുന്ന് പാടുന്നതാണ് സോപാന സംഗീതം. ഓക്കെ, അപ്പം മക്കളെ ബാക്കി നോക്ക്. വിജയിനം തം അനുമോദയിത്തും ഏകദാ വിദ്യാലയേ സമാദരണസഭ സമായോജിത പ്രാസാദമാരൂഢുമിച്ഛുഃ ക്രമശഃ സോപാനമാരുഹ്യ യഥാ ലക്ഷ്യം പ്രാപ്നോതി തഥാ ഏവ വിജയിനഃ അസ്യ ലക്ഷ്യപ്രാപ്തിഃ ഇതി പ്രഥമാധ്യാപകഃ അനുമോദനസമയേ അവദച്ഛ. ഗുരുവചനം ശ്രുത്വാ സന്തുഷ്ടഃ സ തു. എന്താ പറയുന്നത്? വിജയിനം തം അനുമോദയിതും ഏകദാ വിദ്യാലയേ സമാദരണ സഭ സമായോജിത. വിജയിനം തം, വിജയിയായ അവനെ, അവൻ്റെ ഈ വിജയത്തെ ആഘോഷിക്കാൻ അനുമോദിക്കാൻ ഏകദാ വിദ്യാലയേ, ഒരു ദിവസം, ഏകദാ ഒരിക്കൽ, വിദ്യാലയേ വിദ്യാലയത്തിൽ, സമാദരണ സഭ സമായോജിത വിജയോത്സവ സഭ സംഘടിപ്പിച്ചു. അപ്പോൾ അവന് നല്ല മാർക്ക് കിട്ടി, അവൻ പാസ്സായ സന്തോഷം എല്ലാവരും ആഘോഷിക്കാൻ തീരുമാനിച്ചു. എല്ലാവരും ആടണം പാടണം അല്ലേ? അതിനു വേണ്ടിയിട്ട് ഉത്സവ സഭ സംഘടിപ്പിച്ചു. ആ സഭയിൽ നമ്മുടെ പ്രഥമാധ്യാപകൻ, അവിടെ നമ്മുടെ ഹെഡ് മാഷ് എന്ത് പറഞ്ഞു? പ്രഥമാധ്യാപകൻ അവനെ പ്രശംസിച്ചൊരു കാര്യം പറഞ്ഞു. എന്താണ് മാഷ് പറഞ്ഞെന്താണ്? ഹെഡ് മാഷ് എന്താ പറഞ്ഞത്? അസ്യ ലക്ഷ്യപ്രാപ്തി, അവൻ്റെ വിജയം എങ്ങനെയാണ്? പ്രാസാദമാരോഢുമിച്ഛുഃ, പ്രാസാദം എന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണ്, മാളിക.
വലിയ ബിൽഡിങ്ങിൽ കയറാനുള്ള ആരൂഢം, കയറാൻ വേണ്ടിയിട്ടുള്ള ഇച്ഛുഹു ആഗ്രഹമുള്ളവൻ ക്രമശഃ ക്രമമായിട്ട് ഓർഡറിൽ മെല്ലെ മെല്ലെ സോപാനമാരുഹ്യ സ്റ്റെപ്പ് കയറിയിട്ട് യഥാ എങ്ങനെയാണോ ലക്ഷ്യം പ്രാപ്നോതി എങ്ങനെയാണോ ലക്ഷ്യം പ്രാപിക്കുന്നത് തഥാ ഏവ വിജയിനഃ അസ്യ ലക്ഷ്യപ്രാപ്തി. ഒരാൾ പ്രാസാദത്തിൽ മാളികയിൽ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിൽ കയറാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ പടിപടിയായി ചവിട്ടി മുന്നോട്ട് പോകണം. അങ്ങനെ തന്നെയാണ് ഈ വിദ്യാർത്ഥി ലക്ഷ്യത്തിലെത്തിയത്. ആദ്യം നമ്മൾ 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് 6ാം ക്ലാസ്സിലേക്ക്, അല്ലാതെ 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ 8ാം ക്ലാസ്സിലേക്കാണോ? അല്ല. 8 കഴിഞ്ഞിട്ട് നേരെ 10ലാണോ? അല്ല. 8 കഴിഞ്ഞാൽ 9, 9 കഴിഞ്ഞാൽ 10, അങ്ങനെ 1, 2, 3 ഓരോരോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുക. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറാൻ പോകുന്ന ആൾ താഴത്തെ ഫ്ലോറിൽ നിന്ന് നേരെ മുകളിലൂടെ തുള്ളിച്ചാടി ഏറ്റവും ടോപ്പിലേക്ക് കയറുകയാണോ? സ്പൈഡർമാൻ ആണോ? അല്ല. ഓരോരോ സ്റ്റെപ്പായിട്ട് അല്ലേ? അപ്പോൾ ഓരോരോ ഫ്ലോറായിട്ട് അങ്ങനെ കയറി പോകുന്നതാണ് കറക്റ്റായിട്ട് നമ്മുടെ എയിമിൽ എത്താൻ, ലക്ഷ്യത്തിലെത്താനുള്ള വഴി. അങ്ങനെ ലക്ഷ്യത്തിലെത്തിയതാണ് നമ്മുടെ ചെക്കൻ എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. ഗുഡ് ബൈ എന്ന് പറഞ്ഞു. റെഡി? അപ്പം സോപാനാരോഹണ ന്യായം എന്താണെന്ന് നിങ്ങൾ പഠിച്ചല്ലോ. ഇതാണ് സോപാനാരോഹണ ന്യായം. അതായത് ഒരാൾ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറാൻ പോകുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുന്നത്. നമ്മൾ സംഗീതം, ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുമ്പോൾ ആദ്യം സരിഗമ പദനി പഠിപ്പിക്കില്ലേ? 7 സ്വരങ്ങൾ പഠിപ്പിക്കില്ലേ? നിങ്ങൾ പാട്ട് പാടുന്ന കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ പാട്ട് കർണാട്ടിക്കൊക്കെ പഠിപ്പിക്കുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്ന രാഗം ഏതാണ്? മായാമാളവ ഗൗളയാണ്. എന്തിനാ ആ രാഗം പഠിപ്പിക്കുന്നത്? നമ്മൾക്ക് 7 സ്വരം ഉണ്ടെങ്കിലും കുറേ സ്വരങ്ങൾ നോട്ട്സ് ഉണ്ട്. അപ്പോൾ സ, രി, ഗ, മ, പ, ധ, നി ഉണ്ടെങ്കിലും ഈ സായും പായും ഒഴികെ രീ 2 ഉണ്ട്, ഗ 2 ഉണ്ട്, മാ 2 ഉണ്ട്, അങ്ങനെ കുറേ 2 ഒക്കെ ഉണ്ട്. അപ്പോൾ സ കഴിഞ്ഞിട്ട് നമ്മൾ മായാമാളവ ഗൗളയിൽ അടുത്തടുത്തുള്ള സ്വരങ്ങളാണ്. സ കഴിഞ്ഞ ഉടനെയാണ് രീ 1 ആണ്, പിന്നെ രീ 2, പിന്നെ ഗ 1, ഗ 2. അപ്പോൾ സായുടെ അടുത്താണ് രീ 1. അപ്പോൾ ഈ രാഗത്തിൽ, ഈ മായാമാളവ ഗൗളയിലുള്ളത് അടുത്തടുത്ത സ്വരങ്ങളാണ്. അപ്പോൾ ചെറിയ കുട്ടികൾ നടക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണ്? ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് 10 കിലോമീറ്റർ അപ്പുറത്ത് വെക്കുക? അല്ല. ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് ആ കാലിൻ്റെ അവിടെ തന്നെ അടുത്ത സ്റ്റെപ്പ് വെക്കും. അങ്ങനെ പിച്ച നടക്കും അല്ലേ? അങ്ങനെയാണ് അവൻ നടക്കാൻ പോകുന്നത്, നടക്കാൻ പഠിക്കുന്നത്. അതുപോലെ പാട്ട് പഠിക്കുമ്പോൾ സാ കഴിഞ്ഞ ഉടനെ രീ പഠിക്കും. സ രീ. മറ്റേ രണ്ടാമത്തെ രീ സ രീ അല്ല, ആ സായോട് ചേർന്ന രീ ആണ്. കുറച്ച് ഫ്രീക്വൻസി മാറിയാൽ അടുത്ത രീ ആവും. അപ്പോൾ 2 രീ ഉണ്ട്. അപ്പോൾ സായിനോട് ചേർന്ന രീ പഠിപ്പിക്കുന്നു, അതുപോലെ ഗായനോട് ചേർന്ന് മാ പഠിപ്പിക്കുന്നു, പായനോട് ചേർന്ന് ധ പഠിപ്പിക്കുന്നു. അങ്ങനെ ഓരോ നോട്ട് 1നോട് ചേർന്ന് 2 ആണ്, പിന്നെ 4നോട് ചേർന്നത് 5 ആണ്, പിന്നെ 7നോട് ചേർന്ന് 6 ആണ്. അങ്ങനെ അടുത്തടുത്തുള്ള നോട്ട് പഠിപ്പിക്കുന്ന പോലെ ഒരു സ്റ്റെപ്പിനോട് തൊട്ടടുത്ത സ്റ്റെപ്പിൽ കാല് വെച്ചാലേ നമുക്ക് കറക്റ്റായിട്ട് മേലോട്ടേക്ക് നമ്മുടെ ഉദ്ദേശ്യ ലക്ഷ്യത്തിൽ എത്താൻ പറ്റുള്ളൂ എന്ന ന്യായമാണ് സോപാന ആരോഹണ ന്യായം. ഇനി ഫൈനൽ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഉള്ള ന്യായമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്താണ്? കുരു സിംഹാവലോകനം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും എന്താണ് സിംഹാവലോകനം എന്ന്. അപ്പോൾ സിംഹാവലോകന ന്യായമാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. എന്താണെന്ന് നോക്കിയേ. സിംഹാവലോകന ന്യായേന ആത്മനഃ ചരിതം സർവമപി പുനരാവലോകയത്. എന്താ പറയുന്നത്? സിംഹാവലോകന ന്യായേന, സിംഹാവലോകന ന്യായപ്രകാരം ആത്മനഃ ചരിതം, നമ്മുടെ സ്വന്തം ചരിതം, സർവമപി പുനരാവലോകയത് തദനു സ്വയമേവ യുക്തവാൻ. എന്താ പറയുന്നത്? നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം സിംഹാവലോകന ന്യായത്തിൽ ഒന്ന് റെഫർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട് സന്തോഷിച്ച ആ വിദ്യാർത്ഥി സിംഹാവലോകന ന്യായപ്രകാരം, അഥവാ സിംഹം പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്നത് പോലെ. ഞാൻ പറഞ്ഞു അവലോകനം എന്ന് പറഞ്ഞാൽ അവലോക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നോക്കുക. സിംഹം നോക്കിയ ആ പിക്ചറിൽ കണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നാഷണൽ ജിയോഗ്രഫിയിലും മറ്റേ ഡിസ്കവറി ചാനലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സിംഹം ഇങ്ങനെ കുറേ ദൂരം ഒറ്റയ്ക്ക് നടന്നിട്ട് പോയിട്ട് ഒന്ന് അവിടെ നിൽക്കും, എന്നിട്ടൊന്നും എല്ലാം ഇങ്ങനെ തിരിഞ്ഞു നോക്കും അല്ലേ? അപ്പോൾ നമ്മൾ തന്നെ പറയാറില്ലേ, 80 വയസ്സായില്ലേ, തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെ തോന്നുന്നു, ഒന്ന് തിരിഞ്ഞു നോക്കൂ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ലൈഫിനെ ഒന്ന് വൈഡായിട്ട് തിരിഞ്ഞു നോക്കുന്നതാണ് സിംഹാവലോകനം. സിംഹം നോക്കുന്നത് പോലെ നോക്കുക അല്ലേ? ലയൺ എങ്ങനെയാണ് തിരിഞ്ഞു നോക്കുന്നത്? ലയൺ എന്താ തിരിഞ്ഞു നോക്കുന്നത്? ലയണിൻ്റെ ലൈഫിനെ കുറിച്ച്, അയ്യോ ഞാൻ പണ്ട് ഇങ്ങനെ ആയിരുന്നല്ലോ, ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒന്നും പഠിച്ചില്ലല്ലോ, അങ്ങനെയാണ് ലയൺ അല്ല. പക്ഷെ ലയൺ തിരിഞ്ഞു നോക്കുമ്പോൾ വൈഡായിട്ടാണ് നോക്കുക. അതുപോലെ നമ്മളും വളരെ ഇൻ ഡീറ്റെയിൽ ആയിട്ട്, വളരെ മൈന്യൂട്ടായിട്ടും വൈഡായിട്ടും അല്ലേ? കാക്കനോട്ടം കേട്ടിട്ടുണ്ടോ? കാക്കനോട്ടം നീട്ടി എൻ്റെ കരൾ കൊത്തിയ പെണ്ണേ, കേട്ടിട്ടുണ്ടോ? കാക്കനോട്ടം എന്ന് പറഞ്ഞാൽ കാക്ക നോക്കുന്നത് പോലെ, കാക്കദൃഷ്ടി. കാക്ക ഇങ്ങനെ നോക്കുക അല്ലേ? ഇങ്ങനെ തല ഇങ്ങനെ ചെരിച്ചിട്ട് ഇങ്ങനെ നോക്കും. തല ലേശം ചെരിച്ച് നോക്കുമ്പോൾ എല്ലാ മുക്കുമൂലയും, മൈന്യൂട്ടായ മുക്കുമൂലയും കാണാൻ കാക്കയ്ക്ക് പറ്റും. അപ്പം കാക്ക നോക്കുന്നത് പോലെ നോക്കുക, പട്ടി ഉറങ്ങുന്നത് പോലെ ഉറങ്ങുക എന്ന് പറയുന്ന പോലെ സിംഹം തിരിഞ്ഞു നോക്കുന്നത് പോലെ നമ്മൾ തിരിഞ്ഞു നോക്കുക. എന്താണ് ഈ ചെക്കൻ തിരിഞ്ഞു നോക്കുമ്പോൾ ചെക്കൻ എന്താ കാണുന്നത്? ചെക്കൻ തിന്നുക, കളിക്കുക, കിടക്കുക എന്നുള്ളതല്ലാതെ പുസ്തകം കൈകൊണ്ട് തൊട്ടിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ തന്നെ ലൈഫ് നോക്കുമ്പോൾ നാണക്കേടാവുക. ഇപ്പം അവൻ ആരാണ്? അവിടുത്തെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ
മാഷിൻ്റെ വാക്ക് കേട്ടിട്ട് അവന് വളരെ സന്തോഷമായി. മാഷ് എന്താ പറഞ്ഞത്? ബിൽഡിങ്ങിൻ്റെ മുകളിൽ പോകുന്ന ആൾ സ്റ്റെപ്പായിട്ട് കയറുന്നത് പോലെയാണ് ഈ ചെക്കൻ പഠിച്ച് വലിയ ആളായത്. അതുപോലെ അങ്ങനെ പറഞ്ഞപ്പോൾ ഇവനും ആലോചിച്ചു, ഓ ശരിയാണല്ലോ, ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണല്ലോ വന്നത്, എൻ്റെ കഴിഞ്ഞ കാലം ഞാനൊന്ന് തിരിഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെക്കൻ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൻ്റെ തന്നെ ലൈഫ് തിരിഞ്ഞു നോക്കി. ആത്മനഃ ചരിതം. അങ്ങനെ സ്വന്തം ചരിത്രം നമ്മളെല്ലാവരും ഒന്ന് ഫ്ലാഷ് ബാക്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കണം. ആ തിരിഞ്ഞു നോക്കുന്നത് തന്നെയാണ് സിംഹാവലോകനം എന്ന് പറയാം. സിംഹം നോക്കുന്നത് പോലെ നോക്കുക. അവലോകനം എന്ന് പറഞ്ഞാൽ നോക്കിക്കാണുക. സിംഹം പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്നത് പോലെ തൻ്റെ ജീവിതയാത്ര മുഴുവൻ പുനരാലോചിച്ചു. അപ്പോൾ അവൻ സ്വയം പറഞ്ഞു. ചെക്കൻ സ്വയം എന്താ പറഞ്ഞത്? സ്വയം മുക്തവാൻ എന്താ പറഞ്ഞത്? ഗച്ഛൻ പിപീലകോ യാതി യോജനാനാം ശതാന്യപി അഗച്ഛൻ വൈനതേയോപി പദമേകം ന ഗച്ഛതി. എന്താ പറയുന്നത്? ഗച്ഛൻ പിപീലകോ യാതി. ഗച്ഛൻ എന്ന് പറയുമ്പം പിപീലക്കം എന്ന് പറയുമ്പോൾ ചെറിയ പുഴു എന്നുള്ള മീനിങ് എടുത്താൽ മതി. പിപീലിക്ക ഉറുമ്പ് എന്നുള്ള മീനിങ് ഉണ്ട്. ചെറിയ ഉറുമ്പ് പോലും, ചെറിയ പുഴു പോലും, പിപീലകം ചെറിയ നടക്കുന്ന പുഴു പോലും നടന്നാൽ, ഗച്ഛൻ നടന്നാൽ, യാതി നടന്നാൽ, യോജനാനാം ശതാന്യപി 100 കണക്കിന് യോജനകൾ യാതി പിന്നിടും. അതായത് നടന്നു പോകുന്ന മൂവ് ചെയ്യുന്ന ചെറിയ പുഴു പോലും, ചെറിയ ഉറുമ്പ് പോലും മൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് യോജനകൾ. യോജന എന്ന് പറയുമ്പോൾ അതൊരു മെഷർമെൻറ്റ് ഓഫ് ഡിസ്റ്റൻസ് ആണ്, ദൂരത്തിൻ്റെ അളവാണ്. ഇപ്പോൾ കിലോമീറ്റർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. അപ്പം ചെറിയ പുഴു പോലും മൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ അവൻ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ത് ചെയ്യും? കവർ ചെയ്യും അല്ലേ? അവൻ പിന്നിടും. അവൻ മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ഓക്കെ, അവൻ മെല്ലെയാണ് പോകുന്നത്, പക്ഷെ അവൻ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. മനസ്സിലായില്ലേ? അവൻ ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ലല്ലോ, അവൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അവൻ 1 കിലോമീറ്റർ കഴിയുമല്ലോ. അപ്പോൾ മൂവ് ചെയ്യുന്ന ആൾ മെല്ലെ പോയാലും എന്തായാലും കിലോമീറ്റേഴ്സ് അയാൾ കവർ ചെയ്യും. അയാൾക്ക് പോകേണ്ട സ്ഥലത്ത് അയാൾ എത്തും, പുഴുവാണെങ്കിൽ പോലും. പക്ഷേ അഗച്ഛൻ വൈനതേയോപി, വൈനത്തം എന്ന് പറഞ്ഞാൽ നമ്മളെ ഗരുഡൻ, പറക്കാൻ ശേഷിയുള്ള ഗരുഡൻ പോലും പദമേകം നഗച്ഛതി, പറക്കാൻ ശേഷിയുള്ള ഗരുഡൻ പോലും നീങ്ങാതെ ഇരുന്നാൽ, അഗച്ഛൻ പോവാതിരുന്നാൽ, അനങ്ങാതിരുന്നാൽ, ഏകം പദം ഒരു സ്റ്റെപ്പ് പോലും നഗച്ഛതി മുമ്പോട്ട് പോകുന്നില്ല. വൈനത്തം എന്ന് പറഞ്ഞാൽ നമ്മളെ ഗരുഡനാണ്. ഗരുഡൻ പറക്കാൻ കഴിവുള്ള ആളല്ലേ? അവൻ ഈ പുഴു പോകുന്ന പോലെ എഴഞ്ഞ് കിലോമീറ്റേഴ്സ് ടൈം എടുത്തിട്ട് അവന് പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഗരുഡൻ പറക്കാൻ സ്കില്ലുള്ള ഗരുഡനാണെങ്കിൽ പോലും അവൻ അനങ്ങാതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നാൽ, എനിക്ക് പറക്കാൻ കഴിവുണ്ട്, ഞാൻ എവിടെയും പോകുന്നില്ല, ഞാൻ ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ അവൻ കിലോമീറ്റേഴ്സ് കവർ ചെയ്യുന്നുണ്ടോ? അവൻ കിലോമീറ്റേഴ്സ് കവർ ചെയ്യുന്നില്ല. പക്ഷേ ഒരു പുഴുവാണെങ്കിലും ഒരു ഉറുമ്പാണെങ്കിലും അവൻ മൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ അവൻ കിലോമീറ്റേഴ്സ് കവർ ചെയ്യും. നിങ്ങൾ ആമയുടെയും മുയലിനെയും കഥ കേട്ടിട്ടുണ്ടോ മക്കളെ? കേട്ടിട്ടുണ്ടോ? പറയൂ. ഈ ആമയും മുയലും, ഒരു മിനിറ്റ്. ഓക്കെ, ആമയും മുയലും. ആമ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക, വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന സാധനമാണ്. മുയലാണെങ്കിൽ അത്യാവശ്യം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഓട്ട മത്സരം വെച്ചു. അപ്പം ആമ ഒന്നും അറിയാതെ വളരെ സ്ലോ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുയൽ വിചാരിച്ചു, അവൻ ഇപ്പോഴൊന്നും എത്താൻ പോകുന്നില്ല, അവൻ ഇത്ര മെല്ലെ പോകുന്ന സാധനമല്ലേ, അവൻ എപ്പോൾ വരാനാണ്, എന്തായാലും കുറേ സമയം എടുക്കും, ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ മെല്ലെ പോകാമെന്നൊക്കെ വിചാരിച്ച് ലേസി ആയിട്ടുള്ള മുയൽ ആമയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? അവിടെ ഇരുന്ന് മുയൽ ഉറങ്ങിപ്പോയി. ആമ എന്ത് ചെയ്ത്? മെല്ലെ നടന്ന് കുറേ സമയം കഴിഞ്ഞ് അവസാനം ആമ ജയിച്ചു. അപ്പം മുയലിന് സ്പീഡിൽ തുള്ളി പോകാനുള്ള സ്കിൽ ഉണ്ടെങ്കിലും മുയൽ മൂവ് ചെയ്യാതെ ഇരുന്നത് കൊണ്ട് അവൻ തോറ്റുപോയി. ആമ മെല്ലെ പോകുന്ന ജീവിയാണ്, തുള്ളി പോകാൻ പറ്റില്ല, പക്ഷെ അവൻ മൂവ് ചെയ്തുകൊണ്ട് അവസാനം അവൻ ജയിച്ചു. അതുപോലെ ഇവിടെ എന്താ പറയുന്നത്? ക്രിയാശീലതയില്ലാതെ ഇരുന്നാൽ കഴിവിനും മൂല്യമില്ല, പരിശ്രമിച്ചാൽ ചെറുതായാലും മുന്നേറാം. നമ്മൾ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. വർക്ക് ചെയ്യാതെ ഇരുന്നാൽ നമ്മൾ സക്സസ് ആവില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ? അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സിംഹാവലോകന ന്യായത്തിൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ മെസ്സേജ് തരാണ്. ചെക്കൻ്റെ ലൈഫ് വെച്ചിട്ടുള്ള മെസ്സേജാണ്. നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകും. പറക്കാൻ കഴിവുള്ള പക്ഷി പോലും അനങ്ങാതിരുന്നാൽ എന്ത് ചെയ്യുന്നു? അവൻ മുമ്പോട്ട് പോകുന്നില്ല. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞു. നമ്മൾ പഠിച്ച പ്രധാന ആ ന്യായങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്ക്. നമ്മൾ 4 ന്യായങ്ങളാണ് പഠിച്ചത്.
ഏതൊക്കെയാണ് പ്രധാന ന്യായങ്ങൾ? ഗുഡഗുലിക ന്യായം എന്ന് പറഞ്ഞാൽ കൈപ്പുള്ള ഗുളിക മധുരത്തോടെ കൊടുക്കുന്നത് പോലെ ബുദ്ധിമുട്ടുള്ള പാഠം രസകരമായ കഥകളിലൂടെ പഠിപ്പിക്കുക. അതാണ് ഗുഡഗുലിക ന്യായം. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? നീരക്ഷീര ന്യായം. പാലിനും വെള്ളത്തിനും ഇടയിൽ നിന്ന് പാല് മാത്രം എടുക്കുന്ന ഹംസം പോലെ നല്ലതും യുക്തിയുക്തവും മാത്രം സ്വീകരിക്കുക. പിന്നെ മൂന്നാമത്തത് സോപാനാരോഹണ ന്യായം. പടിപടിയായി മുന്നേറുക. സോപാനം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ്, ആരോഹണം കയറുക. പിന്നെ നാലാമത്തത് സിംഹാവലോകന ന്യായം. കഴിഞ്ഞ കാര്യങ്ങളെ തിരിഞ്ഞു നോക്കി വിലയിരുത്തുന്നതിനാണ് സിംഹാവലോകനം എന്ന് പറയുക. റെഡി? ഈ വൈനതേയോപി എന്ന് പറയുമ്പം വൈനതേയം എന്നുള്ള വേർഡിൻ്റെ അർത്ഥം ഗരുഡൻ എന്നാണ്. വൈനതേയം, വൈനതേയരാണ് ഗരുഡൻ. അപ്പം ഇത് നോക്കുക. അത് കഴിഞ്ഞ് ഓക്കെ, ഇനി നമ്മളെ പാഠത്തിൽ ഇവിടെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ. വിജയോത്സവം ചെക്കൻ അവാർഡ് കൊടുക്കുന്ന പരിപാടിയാണ്. ഇതാണ് ചെക്കൻ. ഓക്കെ, പദച്ഛേദ നോക്ക് മക്കളെ. വിമുഖസൻ അല്ലേ? വിമുഖസൻ. ന്യവേദയച്ച, ന്യവേദയത് പ്ലസ് ച, ന്യവേദയച്ച. ബാലോയം, ബാലഹ പ്ലസ് അയം. പ്രസിദ്ധിരസ്തി, പ്രസിദ്ധി പ്ലസ് അസ്തി. വിമുഖസൻ, വിമുഖനായിരുന്നു. നവേദയച്ച, നവേദയത് ച, അറിയിച്ചു. ബാലോയം, അയം ബാലഹ, ഈ ചെക്കൻ. പ്രസിദ്ധിരസ്തി, പ്രസിദ്ധി പ്ലസ് അസ്തി, ഫേമസ് ആണല്ലോ, ഫേമസ് ആണ്. യത് അവശ്യം, യത് പ്ലസ് അവശ്യം. തദേവ, തത്ത് പ്ലസ് ഏവ, അത് തന്നെ. പുനരാവലോകയത്, പുനഃ പ്ലസ് അവാലോകയത്, പുനരവാലോകയത്. പുനഃ പ്ലസ് അവലോകയത്, പുനരവാലോകയത്. ശതാന്യപി, ശതാനി പ്ലസ് അപി, 100 കണക്കിന്. വൈനതേയോപി, വൈനതേയ പ്ലസ് അപി, ഗരുഡൻ പോലും എന്നുള്ള മീനിങ്ങിലാണ്. പറക്കാൻ കഴിവുള്ള ഗരുഡൻ പോലും. ഇനി വിഗ്രഹങ്ങൾ നോക്കുക. വിഗ്രഹ ഗുഡഗുലികാ ന്യായേന, ഗുഡ ച ഗുലിക ച ഗുഡഗുലികേ തേ അധികൃത്യ കൃതഃ ന്യായഃ തേന. ഗുഡഗുലികാ ന്യായേന എന്ന് പറഞ്ഞാൽ ഗുഡഗുലിക ന്യായത്താൽ, അതായത് ഗുഡഹ ശർക്കരയും ച ഗുലിക ച ശർക്കരയും കൈപ്പുള്ള ഗുലികയും, അത് രണ്ടും ചേർന്നാണ് ഗുഡഗുലിക. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യായമാണ് ഗുഡഗുലിക ന്യായം. അതിൻ്റെ നീരക്ഷീര ന്യായേന, നീരം ച ക്ഷീരം ച നീരക്ഷീരത്തെ അധികൃത്യ കൃതഃ ന്യായഃ തേന നീരക്ഷീര ന്യായേന. സിംഹാവലോകന ന്യായേന, സിംഹസ്യ അവലോകനം സിംഹാവലോകനം തത് അധികൃത്യ കൃതഃ ന്യായഃ തേന. സിംഹത്തിൻ്റെ അവലോകനമാണ് സിംഹാവലോകനം. അപ്പോൾ സിംഹത്തിൻ്റെ ആ അവലോകനത്തെ ഓവർവ്യൂ, അവലോകനം എന്ന വേർഡിന് ഓവർവ്യൂ എന്നൊരു മീനിങ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ ഓവർവ്യൂ ഓഫ് ലയൺ ഓവർവ്യൂ. എന്താണ് അവലോകനം? ഓവർവ്യൂ. അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ, അതാണ് സിംഹാവലോകനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിംഹത്തിൻ്റെ ഈ ഒബ്സർവേഷൻ സ്കില്ല് നമുക്ക് ഉണ്ടാവണം. ഓക്കെ, അത് ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ന്യായമാണ് സിംഹാവലോകന ന്യായം. ജസ്റ്റിസ് ടെക്നിക്ക് എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റിസ് ഒരു എന്താ പറയുക, റൈറ്റ് ആയിട്ടുള്ള ജസ്റ്റിസ്. ന്യായം എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യായം എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ്. നെക്സ്റ്റ് നിസ്സാരം. ഇങ്ങനെയാണ് നിസ്സാരം എന്ന് എഴുതുക. എങ്ങനെയാണ് നിസ്സാരം എന്ന് എഴുതുക? ഇങ്ങനെയാണ് നിസ്സാരം എന്ന് എഴുതുക. നിഹി പ്ലസ് സാരം. കണ്ടോ? നിർഗതഃ സാരഃ യസ്മാത് തത് നിസ്സാരം. നിസ്സാരം. ഓക്കെ, നിസ്സാരം. വൈനതേയഃ, വിനതായാഃ അപത്യം പുമാൻ. വിനതയുടെ മകനാണ് വൈനതയൻ. അപ്പോൾ ഗരുഡൻ ആരാണ്? വിനതയുടെ മകൻ. ഓക്കെ, അപത്യം എന്ന് പറഞ്ഞാൽ മകൻ എന്നാണ് കേട്ടോ. വിനതയുടെ മകനാണ് വൈനതയൻ, ഗരുഡൻ. ശരി, പഠന പ്രവർത്തനങ്ങൾ നോക്കുക. ആശയം പഠിത്വ അത്ര ഉചിതഃ ന്യായഃ കഃ ഇതി ലിഖതു. നിങ്ങളിത് വായിച്ചിട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിച്ച 4 ന്യായങ്ങളിൽ ഏത് ന്യായമാണ് ഈ
5 ആപ്ലിക്കബിൾ ആവുക എന്നുള്ളത് പറയണം. 1, 2, 3, 4, 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 5 നമ്മുടെ 4 ന്യായങ്ങൾ വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യണം. ഒന്നാമത്തെ എന്താണ്? വസ്ത്രാപണം ഗത്വ റീന വിവിധേഭ്യഃ വസ്ത്രേഭ്യഃ ഉചിതം വസ്ത്രം ക്രീണാതി. വസ്ത്രാപണം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽസ്, വസ്ത്രത്തിന്റെ കട. അപ്പോൾ വസ്ത്ര പീടികയിൽ പോയിട്ട്, ടെക്സ്റ്റൈൽസിൽ പോയിട്ട് റീന, ഗത്വ എന്ന് പറഞ്ഞാൽ പോയിട്ട്, റീന വിവിധേഭ്യഃ വസ്ത്രേഭ്യഃ ഉചിതം വസ്ത്രം ക്രീണാതി. ഒരുപാട് ഡിഫറെന്റ് കളേഴ്സ്, ഡിഫറെന്റ് ഡ്രസ്സസിൽ ഉചിതം വസ്ത്രം, അവൾക്ക് വേണ്ട വസ്ത്രം മാത്രം സെലക്ട് ചെയ്തു. നിങ്ങൾ തന്നെ പറഞ്ഞേ, ഒരുപാട് സാധനത്തിൽ വേണ്ടത് സെലക്ട് ചെയ്യുന്നത് എന്ത് ന്യായമായിരുന്നു? വസ്ത്രാപണം ഗത്വ നോക്കിയേ, റീന വസ്ത്രക്കടയിൽ പോയിട്ട് പല വസ്ത്രങ്ങളിൽ നിന്ന് തനിക്ക് യോജിച്ചത് വാങ്ങുന്നു. അതാണ് നീരക്ഷീര ന്യായം. നല്ലതും പ്രയോജനമുള്ളതും മാത്രം തിരഞ്ഞെടുക്കുക, നീരക്ഷീര ന്യായം. രണ്ടാമത്തെ നോക്ക്, ശതാഭിഷിക്തഃ പിതാമഹഃ ഏകാന്തേ സ്വസ്യ ജീവനം അനുസ്മരതി. ശതാഭിഷേകം കഴിഞ്ഞ 84 വയസ്സായ, ശതാഭിഷേകം എന്ന് പറയുമ്പോൾ 84, 100 പൂർണ്ണചന്ദ്രന്മാരെ കാണുന്ന ഇതാണ് ശതാഭിഷേക്. ഓക്കെ, അപ്പോൾ ശതാഭിഷേകം കഴിഞ്ഞ മുത്തച്ഛൻ, പിതാമഹൻ, അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ലൈഫ് ഒന്ന് തിരിഞ്ഞു നോക്കുന്നതിനാണ് ശതാഭിഷേകം. എന്താ പറയുക, അതിന് എന്ത് ന്യായമാണ് പറയുന്നത്? പറഞ്ഞേ മക്കളെ, പറഞ്ഞേ. 84ാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞ അപ്പൂപ്പൻ അയാളുടെ ലൈഫ് തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ എങ്ങനെയാണ് നോക്കുന്നത്? സിംഹം നോക്കുന്ന പോലെ. അപ്പോൾ സിംഹാവലോകനം നോക്ക്. 100 വയസ്സ്, 100 അല്ല കേട്ടോ, 84 84 വയസ്സ് കഴിഞ്ഞ പിതാമഹൻ ഒറ്റയ്ക്കിരുന്ന് തൻ്റെ ജീവിതം ഓർക്കുന്നതിന് എന്ത് പറയും? സിംഹാവലോകന ന്യായം, അല്ലെ? കഴിഞ്ഞ ജീവിതത്തെ പിന്നോട്ട് നോക്കി നിരീക്ഷിക്കുന്നതിനാണ് സിംഹാവലോകന ന്യായം എന്ന് പറയുന്നത്. റെഡി? അടുത്തത്, കശ്ചിത് ദരിദ്രഃ യുവാ കഠിനേന പരിശ്രമേണ ക്രമേണ ആപണാവലിം സ്ഥാപയാമസ. ഒരു പാവപ്പെട്ട യുവാവ് അവൻ്റെ നിരന്തരമായ കഷ്ടപ്പാടിലൂടെ, ഒരു ദരിദ്ര യുവാവ് കടുത്ത പരിശ്രമത്തിലൂടെ ക്രമേണ കടകളുടെ നിര സ്ഥാപിച്ചു. കുറേ ഷോപ്സ് അവൻ, ആപണാവലി, കുറേ സീരീസ് ഓഫ് ഷോപ്പുകൾ അവൻ സ്ഥാപിച്ചു. അതിനെന്താ പറയുന്നത്? സോപാനാരോഹണ ന്യായം. പടിപടിയായി പരിശ്രമിച്ച് മുമ്പോട്ട് പോകും. അല്ലെ, അവൻ പാവപ്പെട്ട യുവാവാണല്ലേ, അവൻ പാവപ്പെട്ട വീട്ടിൽ ജനിച്ച് മെല്ലെ 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 ആദ്യം ഒരു ചെറിയ തട്ടുകട തുടങ്ങി, പിന്നെ ഒരു ചെറിയൊരു ബിൽഡിങ്, പിന്നെ ഒരു വാടക ബിൽഡിങ്, അങ്ങനെ സ്വന്തമായി വലിയൊരു കുറേ ഷോപ്പുകൾ അവൻ സ്വന്തമായി വാങ്ങി. അപ്പോൾ അവൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവൻ വലിയ ആളായി. അപ്പോൾ സോപാനം, സ്റ്റെപ്പ്, സോപാനാരോഹണം, സ്റ്റെപ്പിൽ കയറുന്ന ന്യായം. അടുത്ത നോക്കുക, ന്യായാധിപേന ദണ്ഡിതഃ ചോരഃ കാരാഗാരേ സ്ഥിത്വാ സ്വാപരാധാൻ അചിന്തയത്ത്. ന്യായാധിപൻ, നമ്മുടെ ജഡ്ജി ശിക്ഷിച്ച കള്ളൻ, ന്യായാധിപതി ശിക്ഷിച്ച കള്ളൻ ജയിൽവാസത്തിൽ തൻ്റെ പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ജയിലിലായതിനു ശേഷം ചെയ്ത പാപങ്ങളെ തിരിഞ്ഞു നോക്കുന്നതിന് എന്താ പറയുക? സിംഹാവലോകനം. സിമ്പിളാണ്. അടുത്ത നോക്കുക, അധ്യാപകഃ ചലച്ചിത്രഗാനം ശ്രവയിത്വാ വിവിധാൻ അലങ്കാരാൻ പാഠയതി. അലങ്കാരങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലെ മാഷ് സിനിമാ പാട്ട് കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ സിനിമാ പാട്ടിലുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അലങ്കാരങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ സിനിമാ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലേ? മിന്നൽ വേള കയ്യിലിട്ട പെണ്ണഴകെ എന്ന് പഠിപ്പിച്ചിട്ട് മാഷ് പറഞ്ഞു, ഇവിടെ കയ്യിലുള്ള വളയനെ മിന്നലിനോട് ഉപമിക്കുന്നത് ഉപമ ആകുന്നു എന്ന് അലങ്കാരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അപ്പോൾ സിനിമാ പാട്ടാകുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി, മിന്നൽ വള ഉപമയും ഉത്പ്രേക്ഷയൊക്കെ ആണല്ലോ എന്നൊക്കെ മനസ്സിലാവുന്ന സാധനമാണ്. അപ്പോൾ അധ്യാപകൻ സിനിമാ ഗാനം കേൾപ്പിച്ചിട്ട് വിവിധ അലങ്കാരങ്ങൾ പഠിപ്പിക്കുമ്പോൾ കയ്പുള്ള സാധനം കഴിപ്പിക്കാൻ വേണ്ടി സ്വീറ്റ് അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുന്ന പോലെ അത് ഗുണകുലിക ന്യായമാണ്. ക്ലിയർ? അത് കഴിഞ്ഞല്ലോ. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ലൗകിക ന്യായങ്ങളുടെ ചാർട്ട് ഉണ്ടാക്കണം. ന്യായ പ്രതിപാദകം ലഘുവിവരണം വാക്യം ലിഖതു സഞ്ചിതോതു പ്രയോഗവിശേഷം ജ്ഞാത്വാ വാക്യം പരിവർത്തയതു. ബാലകഃ കഥാ രോചത്തെ ബാലകായ കഥാ രോചത്തെ, സീത ലഡുകം രോചത്തെ സീതായായി ലഡുകം രോചത്തെ. ഇങ്ങനെ നിങ്ങൾ ഇതനുസരിച്ച് അതിൻ്റെ ഗ്രാമർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതത്രേ ഉള്ളൂ. ക്രിയാപദ പരിചയങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഖാദയു, ആരഭത, തെജതു, അതൊക്കെ വായിച്ച് നോക്കുക. സിമ്പിളായിട്ടുള്ള എക്സസൈസാണ്. അപ്പോൾ അത് കഴിഞ്ഞു. നമുക്ക് ഒരു ചാപ്റ്റർ അടുത്ത ക്ലാസ് നമ്മൾ എടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെയ്യൂ സിംഹാവലോകനം, കുരു സിംഹാവലോകനം എന്ന പാഠം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഏകകം മാർദ്ദവം 8ാമത്തെ പാഠമാണ് നമ്മളിപ്പോൾ ഇവിടെ പര്യവസായിയാക്കിയത്. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, വിജയാശംസകൾ നേരുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഞാൻ ഡോക്ടർ നീൽ മഹേശ്വർ. ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്തേ.
എല്ലാവർക്കും ഓം നമഃ ശിവായ.